الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ഈ ക്യാമ്പിൽ ഈ ഒരു സെഷനിൽ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ദീനുൽ ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായ മൻഹജുസ് സലഫ് എന്ന വിഷയമാണ്. മൻഹജുസ് സലഫ് എന്നാൽ എന്താണ്? അതൊരു അറബി വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ചില ചോദ്യങ്ങൾ നോട്ട് ചെയ്തു വെക്കുക. ഇതിൻ്റെ ഉത്തരമാണ് ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിലൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ആ വാക്കിനർത്ഥം? അറബി വാക്കായ മൻഹജുസ് സലഫ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം എന്താണ്? രണ്ട്, കേവലം ഭാഷാർത്ഥത്തിന് പുറമെ മൻഹജുസ് സലഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം എന്താണ്? മൻഹജുസ് സലഫ് എന്ന് പറയുമ്പോൾ എന്താണത് ഉൾക്കൊള്ളുന്നത്? അതെന്തെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെയോ അതല്ലെങ്കിൽ പ്രത്യേകമായ ഒരു വിശ്വാസ സംഹിതയുടെയോ പേരാണോ? അതല്ല മറ്റെന്തെങ്കിലുമാണോ? മൂന്നാമത്തേത്, മൻഹജുസ് സലഫ് അതിൻ്റെ അടിസ്ഥാനങ്ങൾ എന്താണ്? എന്തൊക്കെയാണ് മൻഹജുസ് സലഫിൻ്റെ അടിസ്ഥാനങ്ങൾ? പ്രധാനപ്പെട്ട ഏതു കാര്യങ്ങൾ ഒരാൾ പിൻപറ്റുമ്പോഴാണ് ഒരാൾ സലഫിൻ്റെ മൻഹജ് പിൻപറ്റി എന്ന് പറയുന്നത്? നാലാമത്തേത്, അത്തരം മൻഹജുസ് സലഫ് പിൻപറ്റുന്ന ആളുകളിൽ ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില സിമാത്തുകളെക്കുറിച്ച്, അടയാളങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വിശേഷണങ്ങളെക്കുറിച്ചുള്ളതാണ്. ഇനിയും വിശാലമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് മൻഹജുസ് സലഫ് എന്ന് പറയുന്നത്. എന്നാലും ഈ 4 കാര്യങ്ങളാണ് ഈ 1 മണിക്കൂർ സമയത്തിനുള്ളിൽ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത്, എന്താണ് മൻഹജുസ് സലഫ് എന്നുള്ളതാണ്. ആ വാക്കിന് അർത്ഥം എന്താണ് എന്നുള്ളതാണ്. അറബിയിലുള്ള വാക്കാണ്. ഒറ്റ വാക്കല്ല, 2 വാക്കുകൾ അത് കൂടി ചേർന്നിട്ടുണ്ട്. മൻഹജ് എന്നുള്ളതൊരു വാക്കാണ്, സലഫ് എന്നുള്ളത് മറ്റൊരു വാക്കാണ്. മൻഹജ് എന്ന അറബി വാക്കിനർത്ഥം തെളിഞ്ഞ വഴി എന്നൊക്കെയാണ്. വഴി, അതല്ലെങ്കിൽ തെളിഞ്ഞ വഴി എന്നൊക്കെയാണ് ആ വാക്കിനർത്ഥം. സലഫ് എന്ന് പറയുന്നത് കഴിഞ്ഞുപോയത്, മുൻകഴിഞ്ഞുപോയത് എന്നൊക്കെയാണ് ആ വാക്കിനർത്ഥം. ഭാഷാ നിയമപ്രകാരം ഒരു വാക്കിനെ മറ്റൊരു വാക്കിലേക്ക് ചേർത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് കിട്ടുന്ന വാക്കർത്ഥം എന്ന് പറയുന്നത് മുൻകഴിഞ്ഞവരുടെ വഴി എന്നതാണ്. മുൻകഴിഞ്ഞു പോയവരുടെ വഴി എന്ന് വെച്ചാൽ കേവലം ഭാഷാർത്ഥം നോക്കുന്ന സമയത്ത് നിനക്ക് തൊട്ടു മുമ്പ് ഒരാൾ നടന്നു പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ വഴി, നിന്റെ ഉപ്പ നടന്നു പോയ വഴി, നിന്റെ ഉപ്പാപ്പ നടന്നു പോയ വഴി, അതല്ലെങ്കിൽ അവരൊക്കെ സഞ്ചരിച്ച വഴി, അങ്ങനെയൊക്കെ വേണമെങ്കിൽ അതിനെ പറയാം. എന്നാൽ എന്താണ് ഇവിടെ ഷറഇന്റെ ഭാഷയിൽ, ദീനിന്റെ ഭാഷയിൽ മൻഹജുസ് സലഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് നമ്മുടെ ഏറ്റവും മുൻഗാമികളായ, ഈ ഉമ്മത്തിന്റെ ആദ്യ തലമുറക്കാരായ സ്വഹാബികളുടെ, അവരെ തുടർന്നു വന്ന താബിഈങ്ങളുടെ
അവരെ തുടർന്നു വന്ന താബിഈങ്ങളുടെ വഴി എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അവരാണ് അസ്സലഫുസ് സാലിഹ്, സ്വഹാബികൾ, അതുപോലെ തന്നെ അവരെ തുടർന്നു വന്ന താബിഈങ്ങൾ, അവരെ തുടർന്നു വന്ന അത്ബാഉ താബിഈങ്ങൾ. ഈ 3 നൂറ്റാണ്ടിലെ ആളുകളെയാണ് സലഫുകൾ എന്ന് പറയുന്നത്. ഈ ആളുകൾ സഞ്ചരിച്ച വഴിക്കാണ് അൽ മൻഹജു സലഫി, അതല്ലെങ്കിൽ മൻഹജു സലഫ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് മൻഹജു സലഫ് എന്നതിന് നമ്മൾ പ്രത്യേകമായി പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ദീന് അത് മനസ്സിലാക്കാൻ നമ്മുടെ കയ്യിൽ ഖുർആനുണ്ട്. അത് നോക്കി വേണമെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ. അറബി ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ ആ ഖുർആനിലെ ആയത്തുകളുടെ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഹദീസുകൾ, ഗ്രന്ഥങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. സ്വഹീഹും ദഈഫും ഒക്കെ വേർതിരിച്ച് നമുക്ക് കയ്യിൽ ലഭ്യമാണ്. അതിൽ സ്വഹീഹായ ഹദീസുകൾ അതുകൂടി അതിൽ ഉൾപ്പെടുത്തി. ഖുർആനും സ്വഹീഹായ ഹദീസുകളും മാത്രം പോരെ. എന്തിനാണ് ഈ മുൻഗാമികളുടെ വഴി, സ്വഹാബികളുടെ വഴി, അത് നമ്മൾ തിരഞ്ഞെടുക്കണം, അത് പഠിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ വഴി എന്ന് പറയുന്നത് ഇത് ദീനുൽ ഇസ്ലാമിൽ നിന്നും തീർത്തും അന്യമായ മറ്റൊരു വഴിയല്ല. എന്നാൽ മൻഹജു സലഫിന്റെ വഴി, സലഫു സാലിഹ്യങ്ങളുടെ വഴി എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ദീനുൽ ഇസ്ലാമിന്റെ വഴി, അത് മാത്രമാണ്. എന്ന് വെച്ചാൽ എന്താണ് മൻഹജു സലഫ് എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് ഒരാൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഉണ്ടായിരുന്ന വഴി, അവർ സഞ്ചരിച്ച വഴി എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഴി എന്ന് നമ്മൾ പറയുന്നത് അവർ നടന്നുപോയ വഴി എന്നുള്ള നിലക്കല്ല, മറിച്ച് അവർ നിലകൊണ്ടിട്ടുള്ള നിലപാടുകൾ, അവരുടെ വിശ്വാസങ്ങൾ, അവർ ചെയ്തു പോയ കർമ്മങ്ങൾ, അവരുടെ ആചാരങ്ങൾ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബികളും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത മാർഗത്തിനെയാണ് യഥാർത്ഥത്തിൽ മൻഹജു സലഫ് എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ ഇസ്ലാം. അതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേകമായൊരു കാര്യമല്ല. ഒരാൾ യഥാർത്ഥ ഇസ്ലാമിൽ പോകുന്ന ഒരാൾ ഒരു ഭാഗത്തും മൻഹജു സലഫ് അനുസരിച്ച് പോകുന്ന ഒരാൾ മറ്റൊരു വഴിയുമായി തീരുക എന്നുള്ളത് അസംഭവ്യമാണ്. അങ്ങനെ സംഭവിക്കുകയില്ല. കാരണം രണ്ടും ഒന്നാണ്. ദീനുൽ ഇസ്ലാമിന് ശരിയായ വഴി ഒന്നു മാത്രമേ ഉള്ളൂ. ശരിയുടെ വഴി അനേകങ്ങളില്ല. അതുകൊണ്ട് ആ ശരിയായ വഴിക്കാണ് യഥാർത്ഥത്തിൽ മൻഹജു സലഫ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പിൻപറ്റാൻ പറഞ്ഞിട്ടുള്ള വഴിയുമാണത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വഹാബികൾക്ക് ഈ കാര്യം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഒരു കമ്പെടുത്തു കൊണ്ടുവന്ന് ഭൂമിയിൽ നീളത്തിലൊരു വഴി വരക്കുകയുണ്ടായി, ഒരു വര വരക്കുകയുണ്ടായി. നീളത്തിലൊരു വര വരച്ചു കൊടുത്തു. ആ നീളത്തിലുള്ള വരയിൽ നിന്നും ഇടത്തേക്കും വലത്തേക്കുമായി ഒരുപാട് വരകൾ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു. വളഞ്ഞും തിരിഞ്ഞും ഒക്കെ പോകുന്ന ഒരുപാട് വരകൾ. നമ്മൾ ചിന്തിക്കുക, ഒരു വര നീളത്തിലുണ്ട്, അതിൻ്റെ ബ്രാഞ്ചുകളായി വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും ഒരുപാട് വരകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് യഥാർത്ഥത്തിലുള്ള വഴി, ഈ നേരെയുള്ള വഴിയാണ് സത്യത്തിന്റെ വഴി. ഇതിൽ നിന്നും തെറ്റിപ്പോകുന്ന വഴികേടിന്റെ മാർഗങ്ങളാണ് ഇതിൻ്റെ ഇടതും വലതുമായി നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ പിൻപറ്റേണ്ടത് ഈ നേരായ വഴിയാണ്. എന്നിട്ട് അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞൊരായത്ത് ഓതിക്കൊടുത്തു. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ. ഇതാണ് എൻ്റെ നേരായ മാർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും നമ്മളോട് എല്ലാവരോടും പറയണം, ഇതാണ് എൻ്റെ നേരായ മാർഗം. ഫത്തബിഊഹു, അതിനെ നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഉസ് സുബുൽ, അതിൽ നിന്നും തെറ്റിപ്പോകുന്ന മറ്റ് മാർഗങ്ങളുണ്ട്, അത് നിങ്ങൾ പിൻപറ്റാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോൾ ഒരാൾ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ ഏത് വഴിയിലൂടെ സഞ്ചരിച്ചാലും അവിടെ എത്തുകയില്ല. സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ ശരിയായ വഴി നമ്മൾ സഞ്ചരിക്കണം. ആ ശരിയായ വഴിയിൽ സഞ്ചരിച്ചാൽ മാത്രമേ അതിനപ്പുറത്ത് സ്വർഗത്തെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ.
അതുകൊണ്ട് ആ വഴിയെക്കുറിച്ച്, നമ്മുടെ സ്വർഗത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന വഴിയെക്കുറിച്ചിട്ടുള്ള പഠനമാണ് മൻഹജു സലഫ് എന്ന് പറയുന്ന പഠനം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് സ്വഹാബികളുടെ വഴി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവിടെ ചില ആളുകൾ ചിലപ്പോൾ ചിന്തിച്ചേക്കും, അല്ലെങ്കിൽ അങ്ങനെ പറയും, എന്തിനാണ് സ്വഹാബികളുടെ വഴി, അത് നമ്മൾ പ്രത്യേകമായി തിരഞ്ഞെടുക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കും. നമുക്ക് നമ്മുടേതായ വഴി തന്നെ പോരെ എന്നാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, സ്വഹാബികളുടെ വഴി പിൻപറ്റുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അവിടുന്ന് അറിയിച്ചിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബികൾക്കും മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അറിയിക്കുകയാണ്. ഫഇൻ ആമനു, ആ ആളുകൾ വിശ്വസിച്ചിരുന്നെങ്കിൽ, ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ, നബിയെ, സ്വഹാബികളെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ ആ ആളുകൾ വിശ്വസിച്ചിരുന്നെങ്കിൽ, ഫഖദ് ഇഹ്തദൗ, അവർ സന്മാർഗത്തിലായേനെ. വഇൻ തവല്ലൗ, നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാതെ അവർ തിരിഞ്ഞുകളയുകയാണെങ്കിൽ, ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, അവർ കേവലം കക്ഷി മാത്സര്യത്തിൽ മാത്രമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പോൾ ഇവിടെ ഹിദായത്തിലാകാനുള്ള മാർഗം അല്ലാഹു തആല പറഞ്ഞത് ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി, അവർ നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണമെന്നാണ്. തെറ്റിപ്പോകാനുള്ള മാർഗമായി പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചതിൽ നിന്നും തിരിഞ്ഞു പോകുക എന്നുള്ളതാണ്. വഇൻ തവല്ലൗ ഫൈന്നമാ ഹും ഫീ ശിഖാഖ്, നിങ്ങൾ വിശ്വസിച്ചതിൽ നിന്നും തെറ്റിപ്പോയാൽ അവർ കക്ഷി മാത്സര്യത്തിലാകും, ഭിന്നിപ്പിലായി പോകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയാം. ഇതില് ഈ പറയുന്ന ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, ഈ ആയത്തിറങ്ങുന്ന വേളയിൽ ആരാണ് നിങ്ങൾ? നമ്മുടെ ബുദ്ധിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ച് നൽകുന്ന മനസ്സിലാക്കാനുള്ള കഴിവും കൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരായിരിക്കും? ഭൂമി ലോകത്ത് അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടത്തേക്ക് വന്ന് അവിടുത്തെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത സ്വഹാബികളുമല്ലാതെ മറ്റാരാണ് അവിടെ ഉള്ളത്? അവിടെ മറ്റൊരു മുസ്ലിമീങ്ങൾ വേറെ എവിടെയെങ്കിലും ഇല്ല. സൗദി അറേബ്യയിൽ, അവിടെ മക്കയിലും മദീനയിലും ഉള്ളതല്ലാതെ ലോകത്തിന്റെ ഏതെങ്കിലും ദിക്കിൽ അന്നില്ല. മുസ്ലിമീങ്ങൾ അവിടെ മാത്രമാണ്. അപ്പോൾ അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ വിശ്വസിച്ചതുപോലെയാണ് ആ മക്കയിലുള്ള മുശ്രിക്കുകൾ, ഇന്ന് വിശ്വസിക്കാത്ത ആളുകളൊക്കെ വിശ്വസിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, ഇത് ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകളോട് അല്ലാഹു തആല പറയാണ്. ആരാണോ സ്വഹാബികളുടെ മാർഗം പിൻപറ്റാത്തത് അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യമാണ്. നിങ്ങൾ വിശ്വസിച്ചതുപോലെ, സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ അവർ സന്മാർഗത്തിന്റെ വഴിയിലായേനെ എന്നുള്ളത്. ഇനി നോക്കൂ, ഒന്നുകൂടി വളരെ കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, വമൻ യുശാഖിഖിർ റസൂൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. വളരെ വ്യക്തമായിട്ടുള്ള ഒരു ആയത്താണ്. അഥവാ സ്വഹാബികളുടെ മാർഗം പിൻപറ്റണം എന്നറിയിക്കുന്ന വളരെ വ്യക്തമായ ഒരു ആയത്താണ്. അല്ലാഹു തആല പറയാണ്, വമൻ, ആരാണോ യുശാഖിഖിർ റസൂല, റസൂലിനോട് എതിരായി തീരുന്നത്, അഥവാ റസൂൽ ഒരു ഭാഗത്തും അതിന് എതിർഭാഗത്തായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്നത് ആരാണ്? മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, അവന് സന്മാർഗം വളരെ വ്യക്തമാക്കി കൊടുത്തു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം, റസൂൽ ഇങ്ങനെയാണ് വിശ്വസിച്ചത്, റസൂൽ ഇങ്ങനെയാണ് പറഞ്ഞത് എന്നെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷവും ആരാണോ റസൂലിന്റെ മാർഗത്തിനോട് എതിരിട്ട് നിൽക്കുന്നത്, അവസാനം പറയുന്നത് അവൻ നരകത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ്. പക്ഷെ അവിടെ നിർത്തിയില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് എതിരാകുക എന്ന് പറഞ്ഞു മാത്രം നിർത്തുന്നില്ല. എന്നിട്ട് പറയുന്നതോ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, വിശ്വാസികളുടേതല്ലാത്ത മാർഗം അവർ പിൻപറ്റുകയും ചെയ്യുന്നു എന്നാണ് അല്ലാഹു തആല ശേഷമുള്ള കാര്യത്തിൽ പറയുന്നത്. നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. അങ്ങനെ വിശ്വാസികളുടേതല്ലാത്ത മാർഗത്തിൽ പിൻപറ്റുകയും ചെയ്യുന്ന ഈ ആളുകളെ അവർ തിരിഞ്ഞെടുത്ത് തന്നെ നാം തിരിക്കുകയും അവരെ നരകത്തിലിട്ട് ഹരിക്കുകയും ചെയ്യും. അതെത്ര മോശം സങ്കേതമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇപ്പോൾ പണ്ഡിതന്മാർ വളരെ കൃത്യമായി നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തരികയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം പിൻപറ്റാതെ ഒരാൾ മുന്നോട്ട് പോയാൽ തന്നെ അവൻ നരകത്തിലേക്ക് പോകുമെന്നുള്ള കാര്യം സംശയമില്ലാത്ത കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്ത്, ഇവൻ വേറൊരു ഭാഗത്താണ് എങ്കിൽ
തീർച്ചയായും അവൻ നരകത്തിന്റെ വഴിയിൽ തന്നെ ആയിരിക്കും, യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. പക്ഷേ അത് വളരെ വ്യക്തമായിട്ട് കൂടി എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഭാഗം കൂടി ആയത്തിനോടൊപ്പം പറഞ്ഞത്? വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം പിൻപറ്റുകയും ചെയ്യുക എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ്. അത് ആ മാർഗത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ്. അതോ സ്വഹാബികളുടെ മാർഗം ഈ ആയത്ത് ഇറങ്ങുന്ന വേളയിലും നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ചിന്തിക്കുക, ആരാണ് മുഅ്മിനീങ്ങളായിട്ടുള്ളത്? ആരാണ് ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത് ഒരാൾ ചോദിക്കുകയാണ്, ഇതിൽ പറയുന്ന മുഅ്മിനീങ്ങൾ ആരാണ്, സബീലുൽ മുഅ്മിനീൻ ആരുടെ പാതയാണ് എന്ന് ചോദിച്ചാൽ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച സ്വഹാബികളുടേതല്ലാത്ത മറ്റൊരു വഴി അവിടെ ഇല്ല. അഥവാ ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിനെതിരാവുകയും സ്വഹാബികളുടേതല്ലാത്തതായ മാർഗം പിൻപറ്റുകയും ചെയ്യുന്നത്, അവനെ തിരിഞ്ഞെടുത്തേക്ക് തിരിക്കുകയും അങ്ങനെ നരകത്തിലിട്ട് കരിക്കുകയും അതത്ര മോശം സങ്കേതമായി തീരുകയും ചെയ്യും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു എന്നുള്ളതാണ്. പക്ഷെ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ തന്നെ ഒരുപാട് കക്ഷികളെ കാണാൻ സാധിക്കും. ഒരുപാട് കക്ഷികളുണ്ട്. അവരെല്ലാവരും പറയുന്നത് അവർ മുസ്ലിമീങ്ങളാണ്, ഇസ്ലാമിന്റെ ആളുകളാണ് എന്നാണ്. ദീനുൽ ഇസ്ലാമിന് ഘടകവിരുദ്ധമാകുന്ന ബഹുദൈവാരാധനയുടെ വിശ്വാസങ്ങൾ പേറി നടക്കുന്ന ആളുകൾ പോലും പറയുന്നത് ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് മാത്രമല്ല, ഞങ്ങളാണ് ഇസ്ലാമിന്റെ നടുക്കഷ്ണം എന്നാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, ഇങ്ങനെ ഒരുപാട് ഭിന്നിപ്പുകളും പ്രശ്നങ്ങളും ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടാകും എന്നുള്ളത് അത് നമുക്കൊരിക്കലും തന്നെ ഇല്ലാതാക്കാൻ സാധിക്കാത്തതായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രാപഞ്ചികമായ അവന്റെ പരീക്ഷണത്തിന്റെ ഭാഗമായി നിശ്ചയിച്ച കാര്യമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇന്ന ബനി ഇസ്രാഈല തഫറഖത് അലാ 72 മില്ല. നിങ്ങൾ മനസ്സിലാക്കണം സഹാബികളെ, ബനു ഇസ്രായേലുകാർ, യഹൂദരാകട്ടെ നസ്രാണികളാകട്ടെ, അവരെല്ലാവരും തന്നെ വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. അത് യഹൂദർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയായി ഇറക്കിയതാരാണ്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്തിലൂടെ വളരെ കൃത്യമായി അവരെ പ്രബോധനം ചെയ്ത് അവിടുന്ന് വഫാത്തായി പോയതിനു ശേഷവും അവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെയുള്ള ആളുകൾ ഒരുപാട് കക്ഷികളായി തീർന്നിട്ടുണ്ട്. ഫിർഔനിന്റെ ആളുകളല്ല, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ച ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഫിർഔനിന്റെ ആളുകൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ ജീവിതകാലത്ത് തന്നെ അവിശ്വസിച്ചവരാണ്. വിശ്വസിച്ച ആളുകൾ ആ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ജനതയാണോ ഫിർഔനിന്റെ മർദ്ദനങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി കടൽ പിളർത്തി അപ്പുറത്തേക്ക് എത്തിച്ചു കൊണ്ടുവന്നത്, ആ മുഅ്മിനീങ്ങളായ ആളുകൾ തന്നെ പിന്നീട് കാലക്രമേണ ഭിന്നിച്ചു പോയിട്ടുണ്ട്, വ്യത്യസ്ത ഗ്രൂപ്പുകളായി തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുയായികളായി ഇന്ന് നസ്രാണികൾ, ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ, ഇവരുടെ ആദ്യ തലമുറ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുയായികളാണ്. പക്ഷേ അവിടുത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആകാശത്തേക്ക് ഉയർത്തിയതിനു ശേഷം വ്യത്യസ്ത ഗ്രൂപ്പുകളും കക്ഷികളുമായി തീർന്നിട്ടുണ്ട്. നമുക്കിന്ന് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. യഹൂദർ ഒരുപാട് കക്ഷികളുണ്ട്, അതുപോലെ തന്നെ നസ്രാണികൾ ഒരുപാട് കക്ഷികളുണ്ട്, അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അവരുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ പോലും പലതും വ്യത്യാസമാണ്. അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് ശേഷം സ്വഹാബികൾക്ക് താക്കീത് ചെയ്തു, വതഫ്തരികു ഉമ്മത്തി അലാ 73 മില്ല. എന്റെ ഈ സമുദായം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്, അവർ 73 കക്ഷികളായിട്ട് ഭിന്നിക്കുന്നതായിരിക്കും. കുല്ലുഹും ഫിന്നാർ. ഇത് വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കുഴപ്പമില്ല എന്ന അല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ഈ ഭിന്നിപ്പുകൾ അനുഗ്രഹമാണ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. മറിച്ച് പറഞ്ഞത് കുല്ലുഹും ഫിന്നാർ, എല്ലാം നരകത്തിലേക്കാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു വിഭാഗമൊഴികെ. അപ്പൊ രക്ഷപ്പെടാനുള്ള ഒരു വഴിയുണ്ട്, ഒരു വിഭാഗമുണ്ട് എന്ന് പറഞ്ഞു. എല്ലാം നശിച്ചുപോയി എന്ന് പറഞ്ഞിട്ടില്ല. 73 72 ഗ്രൂപ്പുകളും നാശത്തിലേക്കാണ് എന്നാണ് പറഞ്ഞത്. ഇല്ല വാഹിദ, ഒന്നൊഴികെ എന്ന് പറഞ്ഞു. സ്വഹാബികൾ ചോദിച്ചു, ഖാലു വമൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് ആ വിഭാഗം? ഖാല മാ അന അലൈഹി വസ്ഹാബി. ഇതാണ് നമ്മൾ അടിവരയിടേണ്ട ഭാഗം. മാ അന അലൈഹി വസ്ഹാബി, ഞാൻ നിലകൊള്ളുന്ന മാർഗം എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം എന്നാണ് പറഞ്ഞത്. മാ അന അലൈഹി വഅസ്ഹാബി, നമ്മൾ മനഃപ്പാടമാക്കി വെക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ ഒരു ഭാഗമാണിത്. ഈ ഹദീസിന്റെ മുഴുവൻ ഭാഗം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു കൊടുത്ത കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതായ ഒരു കാര്യമാണ്. മാ അന അലൈഹി വഅസ്ഹാബി,
ഞാനും എൻ്റെ സഹാബികളും ഉണ്ടായ മാർഗം മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നാണ്. വേറെന്തെങ്കിലും കാര്യമല്ല പറഞ്ഞത്. രക്ഷപ്പെട്ടത് ആര് എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള ഒറ്റ ഉത്തരവാണ് പറഞ്ഞത്, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗത്തിൽ നിലകൊണ്ടിട്ടുണ്ടോ ആ മാർഗങ്ങളെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഇത്ര വളരെ കൃത്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ്. ഇമാം തിർമിദി റിവായത്ത് ചെയ്ത നസ്രുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് ഹസനാണ് എന്ന് വിധിച്ചിട്ടുള്ള ഹദീസാണ്. മറ്റനേകം ഹദീസുകളും ഈ ആശയങ്ങൾ വന്നിട്ടുണ്ട്. ഞാനും എൻ്റെ സഹാബത്തും നിലകൊണ്ട മാർഗം എന്ന രൂപത്തിൽ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഈ ഒരു മാനദണ്ഡം നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായി ഒരുപാട് ഗ്രൂപ്പുകളും കക്ഷികളുമാകുന്ന സമയത്ത് ശരിയുടെ വഴി നമുക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കും. കാരണം ഭിന്നിപ്പുകൾ ഉണ്ടാകുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. അത് നമുക്ക് തടുക്കാൻ സാധിക്കുകയില്ല. നമ്മളായിട്ട് ഭിന്നിപ്പുകൾ ഉണ്ടാക്കാൻ പാടില്ല. പക്ഷേ ഇതിങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് തടുക്കാൻ സാധിക്കില്ല, സംഭവിക്കും. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ രക്ഷപ്പെടാനുള്ള മാർഗം മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സഹാബികളുമുള്ള മാർഗമാണ് എന്ന് മനസ്സിലായി. എങ്കിൽ സഹോദരങ്ങളെ, നേർക്കുനേരെ നമുക്ക് ആദ്യം ഈ വിഭാഗത്തു നിന്നും പുറത്തു പോകുന്ന ആളുകൾ നേർക്കുനേരെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഭാഗം ആരായിരിക്കും? ഈ സ്വഹാബികളെ തന്നെ വെറുക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? ഈ സ്വഹാബികളെ ശപിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? ഈ സ്വഹാബികൾ മുസ്ലിമീങ്ങളല്ല കാഫിറുകളാണ് എന്ന് പറയുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? ഈ സ്വഹാബികളായ നമ്മുടെ ഉമ്മമാർ വ്യഭിചാരിണികളാണ് എന്ന് ആരോപിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അവർ തീർച്ചയായും ഈ ഒരു വഴിയിലേ എല്ലാം നമുക്ക് വളരെ ഉറപ്പാണ്. അവർ സ്വഹാബികളുടെ മാർഗത്തിലല്ല എന്ന് മാത്രമല്ല, ദീനുൽ ഇസ്ലാമിന്റെ വഴിയിലേ അല്ല. കാരണം അവർ പേച്ചത് അത് മാത്രമല്ല. ഞാൻ നേർക്കുനേരെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പം അങ്ങനെ നടക്കുന്ന ആളുകൾ ദീനുൽ ഇസ്ലാമുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല. ആരാണോ സ്വഹാബികൾ കാഫിറുകളാണ്, സ്വഹാബികളെ ശപിക്കേണ്ടതാണ്, സ്വഹാബികൾ വ്യഭിചാരിണികളാണ്, സ്വഹാബികൾ അങ്ങനെ തിന്മയുടെ ആളുകളാണ് എന്ന് പറഞ്ഞ് സ്വഹാബികൾ ആക്ഷേപിക്കുന്നത് അവർ ദീൻ പൊളിക്കാൻ വന്നിട്ടുള്ള ആളുകളാണ്. കാരണം വിജയിച്ച ആളുകളുടെ മാർഗം സ്വഹാബികളുടെ മാർഗം പിൻപറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വഹാബികളെ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ വിജയത്തിന്റെ ആ വഴിയെ അവർ അടക്കാനാണ് നോക്കുന്നത്. വിജയത്തിന്റെ വഴിയെ മണ്ണിട്ടടക്കാനാണ് അവർ നോക്കുന്നത്. അതിന് എന്തെങ്കിലും നിലക്കുള്ളൊരു ബ്ലോക്കേജുകൾ ഉണ്ടാക്കാൻ നോക്കുകയാണ്. പക്ഷെ അതിനവർക്ക് സാധിക്കുകയില്ല. പക്ഷെ നമുക്ക് സാധിക്കും. അവരുടെ ആ നിലപാടിലൂടെ അവർ ദീനുൽ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ഇങ്ങനെ നിലകൊള്ളുന്ന ആളുകൾ ഇന്ന് ഈ ലോകത്തുണ്ടോ? സ്വഹാബികളെ ആക്ഷേപിക്കുന്ന ആളുകൾ, ശപിക്കുന്ന ആളുകൾ മുസ്ലിമീങ്ങളുടെ പേരിലുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ കുട്ടികളെ? സ്വഹാബികൾ ശപിക്കുന്ന ആളുകളുണ്ടോ ലോകത്ത്? അഹ്സൻത്. ഷിയാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ, ഷിയാക്കൾ എന്ന് പറഞ്ഞ് നിലകൊള്ളുന്ന ആളുകൾ അവരുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ അതിലൊന്ന് സ്വഹാബികൾ കാഫിറുകളാണ് എന്നാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും രാജ്യം ഇന്ന് ഈ ലോകത്ത് നിലകൊള്ളുന്നുണ്ടോ സ്വഹാബികൾ കാഫിറാണെന്ന് പറയുന്നത്? ഇറാൻ അല്ലേ? ഇന്ന് ലോകത്ത് ഇറാൻ മാത്രമല്ല, അത് അതിന്റെ തലയാണത്. ഈ പറയുന്ന ആളുകളുടെ തലയാണ് ഇറാൻ എന്ന് പറയുന്നൊക്കെ രാജ്യം. ഇപ്പം നമ്മളെ വിഷയം ഇറാനോ അമേരിക്കയോ ഇസ്രായേലോ ഒന്നുമല്ല. ഈ ഹദീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ സാധിക്കില്ല. ആ സ്വഹാബികൾ കാഫിറുകളാണ്. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ വ്യഭിചാരിണികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ മുസ്ലിമീങ്ങളല്ല, അവർ കള്ളന്മാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വഹാബികൾ ആക്ഷേപിക്കുകയും തെറി പറയുകയും ചെയ്യുന്നത് മതമായി മനസ്സിലാക്കുന്ന, ദീനായി മനസ്സിലാക്കുന്ന, അതൊക്കെ വിശ്വസിക്കൽ നിർബന്ധമാണ്, അതൊക്കെ ഏറ്റു പറഞ്ഞാൽ മാത്രമേ നിനക്ക് യഥാർത്ഥ മുസ്ലിമാവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ബൈഅത്തുകളിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെടുന്ന ആളുകളുടെ മാർഗമായി പറഞ്ഞത് മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബികളും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ എന്നാണ്. അതുകൊണ്ട് സ്വഹാബികളെ വെറുക്കുന്നവർക്കോ സ്വഹാബികളെ ആക്ഷേപിക്കുന്നവർക്കോ ഈ മാർഗവുമായി യാതൊരു ബന്ധവുമില്ല. ഇനി അതുപോലെ തന്നെ ഷീഇകളല്ല, ഷിയാക്കളല്ല, പക്ഷേ അതല്ലാത്ത ആളുകളെ തന്നെയാണ്. അവരുടെ കൂട്ടത്തിൽ സ്വഹാബികൾ ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചീത്ത പറയുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം വഴികേടിന്റെ ആളുകൾ അറിയുകയും അതിൽ പെട്ടുപോകാതിരിക്കുകയും ചെയ്യണം. മൻഹജു സലഫ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തിയറി പഠിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ രക്ഷയുടെ മാർഗമാണ്, ശരിയായ വഴി മനസ്സിലാക്കാനുള്ള മാർഗമാണ്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്കറിയുമോ? സ്വഹാബികളെ പരിഹസിക്കുന്ന, ഇകഴ്ത്തുന്ന, താഴ്ത്തിക്കെട്ടുന്ന ആളുകളെ ലോകത്ത് നിങ്ങൾക്കറിയുമോ? നമ്മുടെ നാടുകളിലുള്ള ആളുകൾ അറിയുമോ? ആർക്കാണ് അറിയാം? അതെ, അഹ്സൻത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടന കാണാൻ പറ്റും, റോഡിലൊക്കെ കാണാം ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറയും. അവർ നേർക്ക് നേരെ ചോദിച്ചാൽ അവർ ഞങ്ങൾ സഹാബികൾ ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് പറയുന്നവരാണ്. പക്ഷേ ഈ ആളുകളുടെ പ്രസിദ്ധീകരണങ്ങൾ
സ്വഹാബികളെ ഇകഴ്ത്തി പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ട്. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തെ പരിഹസിച്ചും ആക്ഷേപിച്ചിട്ടുമുള്ള ഷീഈ ലേഖനങ്ങൾ, അഥവാ ഷിയാക്കൾ എഴുതി വെച്ച ലേഖനങ്ങൾ അതുപോലെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആളുകൾ. അതവർക്ക് നിഷേധിക്കാൻ സാധിക്കില്ല, പുസ്തകങ്ങളിൽ വന്നിട്ടുള്ളതാണ്. അതുപോലെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പരസ്യമായി മുസ്ലിമീങ്ങളുടെ അമ്മാവനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരനായി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളിൽപ്പെട്ട സ്വഹാബിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിയുണ്ടെന്ന് അല്ലാഹു നിരുപാധികം പറഞ്ഞിട്ടുള്ള ആളുകളിൽപ്പെട്ടവരാണ്. ആ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം മോശമായിരുന്നുവെന്നും മുആവിയ ഭരണം തട്ടിയെടുക്കുന്നവനാണെന്നും തുടങ്ങിയ ഇല്ലാത്ത വ്യാജ കഥകൾ സഹോദരങ്ങളെ അത് മലയാളക്കരയിൽ പ്രസിദ്ധീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി. അതേപോലെ അതിന്റെ സൈഡ് ഗ്രൂപ്പുകളുണ്ട്, SDPI, സിമി, ഇങ്ങനെ പറഞ്ഞ പല ഗ്രൂപ്പുകൾ. ഇതൊക്കെ ഈ മൻഹജു സലഫിന് നേർക്ക് നേരെ ബിദ്അത്തിന്റെ വഴിയുടെ ആളുകളാണെന്ന് മനസ്സിലാക്കുന്നത്. അത് കേവലം ഷിയാക്കൾ മാത്രമല്ല. അതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ചിലപ്പോൾ വിവരമില്ലാതെ കൊണ്ടായിരിക്കും ഈ ഷിയാക്കളിൽപ്പെട്ട നമ്മുടെ സ്വഹാബികളെ ചീത്ത പറയുന്ന, സ്വഹാബികളെ ആക്ഷേപിക്കുന്ന ആളുകൾ മരണപ്പെടുമ്പോൾ അവർ ദീനുൽ ഇസ്ലാമിന്റെ രക്ഷകരായിരുന്നുവെന്നും ദീനുൽ ഇസ്ലാമിന് വേണ്ടി മരിച്ചതാണെന്നും ഷഹീദാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവർക്ക് യഥാർത്ഥ ദീന് മനസ്സിലായിട്ടില്ല, ഈ മൻഹജു സലഫ് മനസ്സിലായിട്ടില്ല. ഒന്നുകിൽ അവർ വിവരമില്ലാത്ത ആളുകളാണ്, അവർക്ക് കാര്യങ്ങൾ അറിയില്ല. അതായത് ഇവരൊക്കെ ഇങ്ങനെ സ്വഹാബികളെ ചീത്ത പറയുന്നവരാണ് എന്നൊന്നും അറിയാത്തതായ സാധുക്കളായിരിക്കണം, അങ്ങനെ തെറ്റിദ്ധരിച്ചു പറഞ്ഞവരായിരിക്കണം. സാധാരണക്കാരിൽ ഒരുപാട് ആളുകൾ അങ്ങനെ ഉണ്ടാകും. ഇനി അതല്ല, സ്വഹാബികളെ ചീത്ത പറയുന്നവരാണിവർ, സ്വഹാബികളെ കാഫിറാക്കുന്നവരാണിവർ, സ്വഹാബികളെ ആക്ഷേപിക്കുന്നവരാണിവർ എന്നറിഞ്ഞിട്ടുമാണ് ഒരാൾ ഇവരെ പുകഴ്ത്തുന്നത്, ഇവർ ദീനിന്റെ ഷഹീദാണെന്ന് പറയുന്നത് എങ്കിൽ വലിയ ളാലിമീങ്ങളാണ്, അക്രമികളാണവർ. വളരെ ഗൗരവമുള്ള കാര്യമാണ് അവർ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും നമ്മൾ അവരെ പുകഴ്ത്തുകയോ അവരെ സ്നേഹിക്കുകയോ അവരെ പ്രശംസിക്കുകയോ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, സാന്ദർഭികമായി ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ്. അത് സ്വഹാബികൾ ആക്ഷേപിക്കുന്നവർക്ക് ദീനുൽ ഇസ്ലാം യാതൊരു സ്ഥാനവുമില്ല എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ ഒന്നുകിൽ കാഫിറുകളായിരിക്കും, ഈ റാഫിദകളെ പോലെ, അതല്ലെങ്കിൽ അവരെ പുകഴ്ത്തി നടക്കുന്ന ബിദ്അത്തിന്റെ ആളുകളായിരിക്കും. യഥാർത്ഥ വഴിയിൽ എന്തായാലും അവരല്ല. സത്യത്തിന്റെ വഴിയിൽ അവർക്കൊരിക്കലും, സ്വഹാബികൾ ആക്ഷേപിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും നിലകൊള്ളാൻ സാധിക്കുകയില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, ഈ പറഞ്ഞു വന്നത് സ്വഹാബികളെ പിൻപറ്റുക എന്നുള്ളത് നിർബന്ധമാണ് എന്നുള്ളത് അള്ളാഹുവിന്റെ കലാമ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ആയത്തുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അവരാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈർ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാമം കൊണ്ട് പറഞ്ഞത്. ഖൈറുന്നാസി ഖർനി, ലോകം അവസാനിക്കും വരെയുള്ള ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറുള്ളവർ എന്റെ തലമുറയിൽപ്പെട്ട, എന്റെ നൂറ്റാണ്ടിൽപ്പെട്ട ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അവരാണ് ഏറ്റവും മോശപ്പെട്ട ആളുകൾ എന്നാണ് ഈ ആളുകൾ പറയുന്നത്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, അവർക്ക് ശേഷം വന്നവരും അവർക്ക് ശേഷം വന്നവരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പുകഴ്ത്തി പറഞ്ഞത് അവർക്ക് സ്വർഗ്ഗമുണ്ടെന്നാണ്. അസ്സാബിഖൂനൽ അവ്വലൂൻ മിനൽ മുഹാജിരീന വൽ അൻസാർ, സൂറത്തു തൗബയിൽ 100-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു വളരെ കൃത്യമായി മുഹാജിറുകളെയും അൻസാറുകളെയും. ആരാണ് മുഹാജിറുകൾ എന്ന് പറയുന്നത്? മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മക്കയിൽ നിന്നും തങ്ങളുടെ വീടും അതുപോലെ തന്നെ കുടുംബവും ഗോത്രവും എല്ലാം ഉപേക്ഷിച്ച്, നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് നമുക്ക് പോകേണ്ട ഒരു അവസ്ഥ വരിക. ഇവിടെ നിൽക്കാൻ നമുക്ക് ദീന്, എന്നാലും നമുക്ക് ആ മുഹാജിറുകളുടെ ഫദ്ല് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കിവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല. നമ്മളിപ്പോൾ ഈ കോഴിക്കോട്ടുകാരാണ്, ഇപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പം ഇറങ്ങണം എന്ന് പറഞ്ഞ് ഇവിടുത്തെ ആളുകൾ നമ്മളോട് പറയാണ് ഇവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല, മുസ്ലിങ്ങളായി ജീവിക്കാൻ കഴിയില്ല. ഇവിടെ നമ്മുടെ അടുത്ത് ലക്ഷക്കണക്കിന് സ്വത്തുണ്ട്, വലിയ വീടുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ വേണ്ടപ്പെട്ട ആളുകളുണ്ട്, ഒരുപാട് ഇഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്, ഇവിടുന്ന് ഇറങ്ങിയേ മതിയാകൂ, അല്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയും പീഡിപ്പിക്കും എന്ന അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് പോകേണ്ടി വരും, എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വരും. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ചു പോയ സ്വഹാബികൾ, മക്കയിൽ നിന്ന് മദീനയിലെത്തിയ ആളുകൾ, അങ്ങനെ അവർ ഒന്നുമില്ലാതെ മദീനയിലേക്ക് എത്തുന്ന സമയത്ത് തങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളെല്ലാം മുഴുവനായോ ഭാഗികമായോ അവർക്ക് വേണ്ടി നൽകി അവരെ സ്വീകരിച്ച അൻസാരികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വസ്സാബിഖൂനൽ അവ്വലൂൻ മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളും അൻസാറുകളിലും പെട്ട ആദ്യം ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, പിന്നീട് അവരെ തുടർന്നു വന്ന ആളുകൾ, ബാക്കിയുള്ള സ്വഹാബികൾ, പിന്നീട് ആ സ്വഹാബികളുടെ മാർഗം പിൻപറ്റിയ ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു റളിയല്ലാഹു അൻഹും,
അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വറദു അൻഹു, അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗത്ത് നദികൾ ഒഴുകുന്ന സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുഹാജിറുകൾക്കും അൻസാറുകൾക്കും അവരെ തുടർന്നു വന്ന ആളുകൾക്കും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഖാലിദീന ഫിഹാ അബദ, അവർ അവിടെ ശാശ്വതവാസികളായിരിക്കും. ദാലിക്കൽ ഫൗസുൽ അളീം, അതാണ് മഹത്തായ വിജയം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയാം. അപ്പൊ അല്ലാഹു തആല മുഹാജിറുകളും അൻസാറുകളും അവരെ തുടർന്നു വന്ന ആളുകൾക്കും സ്വർഗമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ആ മാർഗമല്ലാതെ പിന്നെ ഏത് മാർഗമാണ് നമുക്ക് പിൻപറ്റേണ്ടത്? അള്ളാഹു തൃപ്തിപ്പെട്ടവരുടെ മാർഗമല്ലാതെ മറ്റേതു മാർഗമാണ് നമ്മൾ പിൻപറ്റേണ്ടത്? നമ്മൾ ചിന്തിക്കുക. ഖുർആനിൽ സഹോദരങ്ങളെ ഏതാനും ചില തെളിവുകൾ മാത്രമാണ് നിങ്ങൾ കേൾപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യം മനസ്സിലാക്കണം. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പറഞ്ഞു, അന്നുജൂമു അമനത്തുൽ ലിസ്സമാ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ ആകാശങ്ങൾക്കൊരു പരിരക്ഷയാണ്. ആകാശങ്ങളെ താങ്ങി നിർത്തുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നക്ഷത്രങ്ങൾ ഒരു സബബാക്കി നിശ്ചയിച്ചിരിക്കണം. ഈ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന സമയത്താണ് ആകാശങ്ങളൊക്കെ ഖിയാമത്ത് നാളിൽ അതില്ലാതായിത്തീരുന്നത്. അത് അതിന്റെ ഒരു പ്രൊട്ടക്ഷനാണ്. ഫൈദാ ദഹബത്തിൻ നുജൂമു അത്തസ്സമാഅ മാ തുഅത്, ആ ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ പോയാൽ ആകാശത്തിന് എന്താണോ അല്ലാഹു താക്കീത് ചെയ്തത് അത് വരിക തന്നെ ചെയ്യും. ഖിയാമത്ത് നാളാണത്. വഅന അമനത്തുൻ ലി അസ്ഹാബി, ഞാൻ എൻ്റെ സ്വഹാബികൾക്കുള്ള പ്രൊട്ടക്ഷനാണ്, പരിരക്ഷയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ കുറിച്ച് പറയാൻ, ഫൈദാ ദഹബ്തു അതാ അസ്ഹാബി മാ യുഅദൂൻ, ഞാൻ പോയാൽ, അത് അവിടുന്ന് വഫാത്തായാൽ സ്വഹാബികൾക്ക് എന്താണോ താക്കീത് ചെയ്യപ്പെട്ടത് അത് വരും. എന്താണ് താക്കീത് ചെയ്യപ്പെട്ടത്? അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ ഒരു ഭിന്നിപ്പും സ്വഹാബികൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. പിന്നീട് പല ബിദ്അത്തിന്റെ കക്ഷികളും ഉണ്ടായിട്ടുള്ളത് അവരുടെ വഫാത്തിന് ശേഷമാണ്. സ്വഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ ബിദ്അത്തിൽ ഒരാളും സ്വഹാബികളിൽ നിന്ന് ഒരാളും പോയിട്ടില്ല. മറിച്ച് സ്വഹാബികളല്ലാത്ത ആളുകൾ അഥവാ അതിനുശേഷം വന്ന ആളുകളിൽ നിന്നാണ് ബിദ്അത്തിന്റെ വകുപ്പുകൾ ഉണ്ടായിട്ട് സ്വഹാബികൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ്. ഖദരിയാക്കളും ഖവാരിജികളും അങ്ങനെ പലരും, ഈ പറയുന്ന റാഫിളുകളും ഒക്കെ പിന്നീട് ഉണ്ടായിട്ടുള്ളത്. സഹോദരങ്ങൾ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള താക്കീത് വരും. എന്നിട്ട് പറഞ്ഞു, വഅസ്ഹാബി അമനത്തുൽ ഉമ്മത്തി, നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ സ്വഹാബികൾ എന്റെ ഉമ്മത്തിനുള്ള പരിരക്ഷയാണ്. സ്വഹാബികളാണ് ഉമ്മത്തിനുള്ള പരിരക്ഷയായത്, അവരെയാണ് മുറുകെ പിടിക്കേണ്ടത്. ഫൈദാ ദഹബ അസ്ഹാബി അതമാ ഉമ്മത്തി മാ യുഅദൂൻ, സ്വഹാബികൾ പോയാൽ എന്റെ ഉമ്മത്തിന് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വഹാബികളുടെ കാലഘട്ടത്തിന് ശേഷമാണ് ഉമ്മത്ത് ഇങ്ങനെ ഭിന്നിച്ചു പോയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ അവിടെ വളരെ കൃത്യമായി വസ്ഹാബി അമനത്തുൽ ലി ഉമ്മത്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഈ സ്വഹാബികളുടെ ശ്രേഷ്ഠതയും മനസ്സിലാക്കണം. ആ സ്വഹാബികളെ പിൻപറ്റുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് എന്നും മനസ്സിലാക്കണം. ഇതാണ് മൻഹജു സലഫ് എന്ന് വളരെ എളുപ്പത്തിൽ പറഞ്ഞാലുള്ള കാര്യം. ഇനി സഹോദരങ്ങളെ, ഈ മൻഹജു സലഫിന് പണ്ഡിതന്മാർ ഒരുപാട് അടിസ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രധാനമായും 3 അടിസ്ഥാനങ്ങൾ അവർ പറയുന്നുണ്ട്. ഹദീസുകളുടെ വെളിച്ചത്തിൽ തന്നെയാണ് അതിന്റെ തെളിവുകൾ നിങ്ങൾ കേൾപ്പിക്കും. ഈ 3 അടിസ്ഥാനങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അവൻ സ്വഹാബികളുടെ മാർഗത്തിലാകാൻ അവൻ സാധിക്കും. ഇതിലേതെങ്കിലും ഒന്ന് ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മൾ അക്കൂട്ടരിൽ പെടുന്ന രക്ഷ ചോദിക്കുന്നു, അവർ നരകത്തിന്റെ ആളുകളായിരിക്കും. ഏതാണ് 3 കാര്യങ്ങൾ? പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ഒന്നാമത്തേത്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്തിൽ നമ്മൾ ഇഖ്ലാസ് ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ഇഖ്ലാസുൽ ഇബാദത്തി ലില്ലാഹി സുബ്ഹാനഹു വ തആല, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് ഉസൂലു സലഫിയ, സലഫിയത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ഒന്നാമത്തേത്. ഇതിലാണ് സലഫിയത്ത് നിലകൊള്ളുന്നത്. ഒന്നാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിരിക്കണം. ഒരു കാര്യം ഇബാദത്താണോ അല്ലേ എന്നത് മാത്രമേ നമ്മൾക്ക് ചർച്ചയാകേണ്ട കാര്യമുള്ളൂ, വേറൊരു ചർച്ചക്കും ആവശ്യമില്ല. ഒരു കാര്യം ഇബാദത്താണെങ്കിൽ അത് അള്ളാഹുവിന് മാത്രമേ നൽകാവൂ. ഇതാണ് അടിസ്ഥാനം. എങ്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ദുആ, അത് ഇബാദത്താണോ അല്ലേ, ഇത് മാത്രമാണ് ചോദ്യം. വേറെ ചർച്ചക്ക് വകുപ്പില്ല. ദുആ ഇബാദത്താണോ അല്ലേ? ഇബാദത്താണ്. ആര് പറഞ്ഞു? അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്കുനേരത് ഇങ്ങനെ നമുക്കൊരു സ്പൂണ് കൊണ്ട് ഒരു കാര്യം നമുക്ക് വായിൽ വെച്ച് തരുന്നത് പോലെ പറഞ്ഞു, അദ്ദുആ ഹുവൽ ഇബാദ. ദുആ ഇബാദത്താണെന്ന് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, ദുആ അത് തന്നെയാണ് ഇബാദത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ പിന്നെ അതിൽ വേറെന്ത് തെളിവാണ് നമുക്ക് ആവശ്യമുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ അത് തന്നെയാണ് ഇബാദത്ത്. ദുആ ഇബാദത്താണെന്ന് മാത്രമല്ല പറഞ്ഞത്, ദുആ അത് തന്നെയാണ് ഇബാദത്ത്. അഥവാ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അള്ളാഹു ഇത് സ്വീകരിക്കണമേ എന്നുള്ള തേട്ടം നമുക്കുണ്ട്. അപ്പൊ നമ്മൾ അള്ളാഹുവിനോടുള്ള ആവശ്യപ്പെടൽ, അതാണ് ദുആ എന്ന് പറയുന്നത്, അത് ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾ, സഹായതേട്ടങ്ങൾ, രക്ഷാതേട്ടങ്ങൾ
ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പറ്റുകയുള്ളൂ. ഇതാണ് സലഫിയത്തിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം, ഇഖ്ലാസുൽ ഇബാദത്തി ലില്ലാഹി സുബ്ഹാനഹു വ തആല. ഒരുപാട് അടിസ്ഥാനങ്ങളുണ്ട്, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട 3 മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. ഒന്നതാണ്. രണ്ടാമത്തേത് ലുസൂമുൽ ജമാഅ വസ്സംഇ വത്താഅ. മുസ്ലിം ഭരണാധികാരി ഉണ്ടെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുക, ആ ഭരണാധികാരിയെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് ശരിയായ വഴിയുടെ അടിസ്ഥാനത്തിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ തെളിവുകൾ പറഞ്ഞു തരാം. മൂന്നാമത്തേത് അൽ ഹദറു മിനൽ ബിദ്അഇ വൽ മുബ്തദിഈൻ. ബിദ്അത്തിന്റെയും അതിന്റെ ആളുകളിൽ നിന്നും നമ്മൾ കരുതിയിരിക്കുക, മാറിയിരിക്കുക, ബിദ്അത്തുകളിൽ നിന്നും മാറിയിരിക്കുക. അപ്പൊ എന്താണ് ബിദ്അത്ത് എന്നൊക്കെ ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് അറിയേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ഇബാദത്തുകൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമായിരിക്കണം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇബാദത്തുകൾ അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് ഒരാൾ ചേർക്കുന്നുണ്ട് എങ്കിൽ അവൻ എന്തില്ല, ഈ സലഫിയത്തിലോ അല്ല ദീനുൽ ഇസ്ലാമിലോ തന്നെ അവന് യാതൊരു സ്ഥാനവുമില്ല എന്നുള്ളതാണ്. നോക്കൂ, മഹാനായ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഹദീസിൽ ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, വഅലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ ബഅദ സ്വലാത്തുൽ ഗദാ. ഒരിക്കൽ സുബഹി നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ തിരിഞ്ഞിരുന്ന് സ്വഹാബികൾക്ക് ഉപദേശങ്ങൾ നൽകുമായിരുന്നു, വഅദ് ചെയ്യുമായിരുന്നു എന്നാണ്. ഒരിക്കൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വഅദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകി. സാധാരണഗതിയിലുള്ള ഒരു വഅദല്ല, മൗഇളതൻ ബലീഗ, വളരെ ആഴത്തിൽ നമുക്ക് ചിന്തകൾ ഉണ്ടാക്കി തരുന്ന ഒരു വഅദായിരുന്നു. അതിനാൽ തന്നെ ദറഫത് മിൻഹൽ ഉയൂൻ വവജിലത് മിൻഹൽ ഖുലൂബ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ പേടിച്ചു വിറച്ചുപോയി, ഞങ്ങളുടെ കണ്ണുകൾ ഭയം കാരണത്താൽ ഞങ്ങൾക്ക് കരച്ചിൽ വന്നു, അത് ചാലിട്ടൊഴുകി. ഫഖാല റജുൽ, ഒരു മനുഷ്യൻ അവിടുന്ന് പറഞ്ഞു, ഇന്ന ഹാദിഹി മൗഇളതു മുവദ്ദിഇൻ, ഇത് സാധാരണ ഒരു ഉപദേശമല്ല, ഇത് വിട പറഞ്ഞു പോകുന്ന ഒരാളുടെ ഉപദേശം പോലെയുണ്ട്. ഫമാദാ തഅഹദു ഇലൈനാ യാ റസൂലല്ലാഹ്, അതുകൊണ്ട് എന്ത് കരാറാണ് താങ്കൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? എന്താണ് താങ്കൾക്ക് ഞങ്ങൾക്ക് അവസാനമായി നൽകാനുള്ള ഉപദേശം? നോക്കണം, സാധാരണഗതിയിൽ ഒരു വഅദായിരുന്നില്ല, അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഒരു ഉപദേശമായിരുന്നു. സഹാബികളാകെ കരഞ്ഞുപോയിരുന്നു. അങ്ങനെയുള്ള അവരുടെ ഹൃദയങ്ങളെ പിടിച്ചുകുലുക്കിയ ഒരു ഉപദേശങ്ങൾ നൽകിയതിനു ശേഷം അവർ പ്രധാനപ്പെട്ട ഉപദേശം ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഊസീകും ബിത്തഖ്വല്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണം. ഇതാണ് വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനം. അതിൽപ്പെട്ടതാണ് ഇഖ്ലാസുൽ ഇബാദത്തില്ലാഹി തആല, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. കാരണം തഖ്വ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പാലിക്കലും അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ വിട്ടുനിൽക്കുകയും എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൗഹീദാണ്. ഒരാൾ മുത്തഖിയാണെന്ന് പറയുമ്പോൾ തൗഹീദ് ഇല്ലെങ്കിൽ പിന്നെ അവന് മുത്തഖിയ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില സൂഫികളെ കാണും, അവരൊരു ഹറാമുകളും ചെയ്യുകയില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ. അങ്ങനെ പല ടൈപ്പ് സൂഫികളുണ്ട് കേട്ടോ, വളരെ തെമ്മാടികളായ സൂഫികളുണ്ട്. അതല്ലാത്ത രൂപത്തിലുള്ള അങ്ങനെ ഒതുങ്ങിക്കൂടി ഏതെങ്കിലും മലയിലൊക്കെ ഇരുന്ന് അങ്ങനെ കുറച്ച് ഭക്ഷണം മാത്രം കഴിച്ച് കുറച്ച് വെള്ളം മാത്രം കുടിച്ച് ഒരു അങ്ങാടിക്ക് പോലും വരില്ല, അവിടെയൊക്കെ ഫിത്നകളാണ്, അവിടെയൊക്കെ പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒതുങ്ങിക്കഴിയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഏതെങ്കിലും ഒരു സൂഫി ഷെയ്ഖിനൊക്കെ ബൈഅത്ത് ചെയ്തിട്ട് അയാളോടായിരിക്കും, അയാളാണ് ഇവന്റെ വലി, അയാളിലൂടെ അള്ളാഹുവിലെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അയാളോട് പ്രാർത്ഥിക്കുകയും അയാളോട് ആ സഹായം അപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാകും. അവർ തഖ്വയുള്ള ആളുകളെയല്ല. കാരണം തഖ്വയുടെ അടിസ്ഥാനം തൗഹീദാണ്. തൗഹീദ് ഇല്ലാത്ത ആളുകൾക്ക് അവർ ബാക്കി എന്ത് ഹറാമുകൾ ഉപേക്ഷിച്ചിട്ടും യാതൊരു ഉപകാരവും അതിനില്ല. അവർ മുത്തഖീങ്ങളല്ല, അവരാണ് ഏറ്റവും വലിയ തെമ്മാടികളായിട്ടുള്ള ആളുകൾ, തൗഹീദ് പിൻപറ്റാത്ത ആളുകളാണ്. ഒന്നാമതായി അവിടെ പറഞ്ഞു ഉസീകും ബിത്തഖ്വല്ലാഹ്. രണ്ടാമത് പറഞ്ഞത് വസ്സംഇ വത്താഅ, നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും വേണം. വഇൻ അബ്ദുൻ ഹബശിയുൻ, നിങ്ങൾക്കുമേൽ ഭരണമേറ്റെടുക്കുന്നത് ഒരു ഹബശിയായ ഒരു അടിമയാണെങ്കിലും ശരി. ഹബശി എന്ന് പറഞ്ഞാൽ പൊതുവെ അന്ന് അടിമകൾ ഉണ്ടായിരുന്ന എത്യോപ്യക്കാരാണ്. ഒരു എത്യോപ്യൻ അടിമ എന്ന് പറഞ്ഞാൽ എത്യോപ്യൻ അടിമക്ക് ദീനുൽ ഇസ്ലാമിൽ ഒരു വില കുറവൊന്നുമില്ല. അയാൾ മുസ്ലിമാണോ മുഅ്മിനാണോ അവന് വില ഉണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഭരണമേറ്റെടുക്കാൻ ദീനുൽ ഇസ്ലാമിൽ ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളൊക്കെ തെറ്റിച്ച് ഒരു അടിമയാണ് ഭരിക്കാൻ വരുന്നത് എങ്കിൽ ആണെങ്കിലും ശരി, അവൻ യഥാർത്ഥ ഭരണത്തിനുള്ള അവകാശമില്ല, പക്ഷെ അവൻ അങ്ങനെ ഭരണാധികാരിയായി എങ്കിലും ശരി, ഫഇന്നഹു മൻ യഇശ് മിൻകും, അവനെ കേൾക്കുകയും അനുസരിക്കുകയും വേണം. എന്നിട്ട് പറഞ്ഞു ഫഇന്നഹു മൻ യഇശ് മിൻകും ഫയറ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം ആരൊക്കെയാണോ ജീവിക്കുന്നത് അവരൊരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. സഹാബികൾ ഇങ്ങനെ പേടിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കാൻ വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ ഫഇന്നഹാ ളലാല, അതുകൊണ്ട് തന്നെ ദീനിൽ പുതുതായി കടത്തിക്കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം, അത് ളലാലത്താണ്. എന്ന് വെച്ചാൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറയുമ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇന്ന് ഇതാ കുറച്ച് ദീൻ നമുക്കുണ്ട്, പഠിപ്പിച്ചു തന്ന ദീനുണ്ട്, ഞാൻ പറഞ്ഞ വിശ്വാസമുണ്ട്, ഞാൻ കാണിച്ചു തന്ന നിസ്കാരങ്ങളുണ്ട്, നിസ്കാരം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്,
നോമ്പ് കാണിച്ചു തന്നിട്ടുണ്ട്, ഹജ്ജ് കാണിച്ചു തന്നിട്ടുണ്ട്, സക്കാത്തിനെ കുറിച്ചിട്ട് അളവുകളും കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്, അള്ളാഹുലേക്ക് അടുക്കാനുള്ള മുഴുവൻ മാർഗങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിനു പുറമേ അവിടുന്ന് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? ഇയ്യാക്കും വമുഹ്ദസാത്തിൽ ഉമൂർ, പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ മൊബൈൽ വരും, അത് ഉപയോഗിക്കരുത് എന്നാണോ? അതല്ലെങ്കിൽ ഈ പള്ളി ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ മസ്ജിദ് നബവി, അവിടെ താഴെ മണ്ണും മുകളിൽ മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന രൂപത്തിൽ തന്നെ കൊണ്ടു നടക്കണമെന്നാണോ? പിൽക്കാലത്തത് വാർപ്പുണ്ടാക്കാൻ പാടില്ല എന്നോ ഓലപ്പുര ഉണ്ടാക്കാൻ പാടില്ല എന്നാണോ? ഒരിക്കലുമല്ല. ബുദ്ധിയുള്ള ഒരാളൊന്നും അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. കാരണം സഹാബികൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയെ മാറ്റിപ്പണിഞ്ഞിട്ടുണ്ട്. അവരന്ന് ധരിച്ച വസ്ത്രമല്ല പിന്നീട് ധരിച്ചത്, വസ്ത്രത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അതോ ഭൗതികമായ കാര്യങ്ങളിൽ പുതിയ ടെക്നോളജി കൊണ്ടുവരരുത് എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. മറിച്ച് അവിടുന്ന് പറയുന്ന കാര്യം എന്താണ്? വയ്യാക്കും വമുഹ്ദസാത്തിൽ ഉമൂർ, ദീനി കാര്യങ്ങളിൽ ഇനി പുതുതായി ഒന്നും നിങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. ഫഇന്നഹാ ളലാല, കാരണം അത് വഴികേടാണ്. ഫമൻ അദ്റക ദാലിക മിൻകും ഫഅലൈഹി ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. അതുകൊണ്ട് തന്നെ അങ്ങനെ പുതിയ പുതിയ ബിദ്അത്തുകളുമായി ആരെങ്കിലും വരുന്നത് കണ്ടാൽ ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ അതുക്ക് പോകരുത്, നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, അവിടെ നിർത്തിയില്ല. എന്റെ ഖുലഫാക്കളായ എന്റെ പിൻഗാമികളായ അർ റാഷിദീൻ, സന്മാർഗികളും സന്മാർഗം നിർദ്ദേശിക്കുന്നവരുമായ അൽ മഹ്ദിയീനായ എന്റെ സ്വഹാബികൾ അഥവാ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ, അതുപോലെയുള്ള സ്വഹാബികൾ, ഇവരാണ് ആദ്യം പെടുന്നത്, അതിൽ യാതൊരു സംശയവുമില്ല. അവരുടെ മാർഗം നിങ്ങൾ പിൻപറ്റണം. അദ്ദു അലൈഹ ബിൻ നവാജിസ് കൊടുത്ത വളരെ പ്രധാനപ്പെട്ട ഉപദേശമാണ്. നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. കാരണം മുൻപല്ല് കൊണ്ട് പഠിച്ചാൽ അത് കിട്ടൂല. അത്രയും ശക്തമായിരിക്കും പ്രശ്നങ്ങളും ഫിത്തനകളും ഉണ്ടാവുക. പല ഗ്രൂപ്പുകളും അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ മുറുകെ പിടിക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഈ പറഞ്ഞ 3 അടിസ്ഥാനങ്ങളൂടെ പറഞ്ഞിട്ടുണ്ട്. തൗഹീദിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് ഭരണാധികാരി അനുസരിക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ ഭരണാധികാരി നിയമപ്രകാരമല്ലാത്ത ഭരണം കൈയാളാൻ കഴിവില്ലാത്ത ആളാണെങ്കിലും ശരി, അയാളെ കേൾക്കുകയും അനുസരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ബിദ്അത്തും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതുണ്ട്, സ്വഹാബികളുടെ മാർഗം പിൻപറ്റേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി സഹോദരങ്ങൾ ഈ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഹദീസ് കൂടി നിങ്ങൾ കേൾപ്പിക്കാം. സുഹൈൽ ബിൻ അബി സാലിഹ് തന്റെ ഉപ്പയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ഉപ്പ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സനദുള്ള ഒരു ഹദീസ്. ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുവത്തയിൽ കൊണ്ടുവന്നിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ യർദാ ലക്കും സലാസ, അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങൾക്ക് നിങ്ങൾ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. വയസ്ഖതു ലക്കും സലാസ, 3 കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വെറുക്കുകയും ചെയ്തിട്ടുണ്ട്. യർദാ ലക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നത് അൻ തഅബുദൂഹു വലാ തുശ്രികു ബിഹി ഷൈഅ, നിങ്ങൾ അവനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അവൻ യാതൊന്നും പങ്കു ചേർക്കാൻ പാടില്ല, യാതൊന്നും പങ്കു ചേർക്കാൻ പാടില്ല. അല്ലാഹു അല്ലാതെ മറ്റൊരാളില്ല, അല്ലാഹു അല്ലാതെ മറ്റൊരാളില്ല, അല്ലാഹു മാത്രം എന്ന് നിങ്ങൾ എല്ലായിടത്തും പറയാൻ പാടുള്ളൂ. നിങ്ങളുടെ ഇബാദത്ത് മുഴുവനും അല്ലാഹുവിന് മാത്രം. വഅൻ തഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ, അതുപോലെ അള്ളാഹുവിന്റെ കയറിൽ നിങ്ങൾ എല്ലാവരും മുറുകെ പിടിക്കണം. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പാർശ്വം കയർ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ കിതാബാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. അതിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. വഅൻ തനാസഹു മൻ വല്ലാഹു അല്ലാഹു അംറക്കും, നിങ്ങളുടെ കാര്യം അള്ളാഹു ഏൽപ്പിക്കുന്ന ഭരണാധികാരികളുണ്ട്, അവരോട് നിങ്ങൾ ഗുണകാംക്ഷയുള്ളവരായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വയസ്ഖതു ലക്കും ഖീല വഖാൽ വഇളാഅത്തുൽ മാൽ വകസ്റത്തുസ് സുആൽ, 3 കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വെറുക്കുന്നു, കണ്ടതും കേട്ടതും ഒക്കെ വിളിച്ചു പറയുക. അറിവില്ലാതെ അവിടുന്ന് അങ്ങനെ പറയുന്നു, ഇന്ന ന്യൂസിൽ ഇങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ വിളിച്ചു പറയുക അള്ളാഹു നിങ്ങളിൽ വെറുക്കുന്ന കാര്യമാണ്. വഇളാഅത്തുൽ മാൽ, സമ്പത്ത് അന്യായമായി അത് ചെലവാക്കുക അഥവാ ദൂർത്ത് കാണിക്കുക സമ്പത്ത്. അതുപോലെ വകസ്റത്തുസ് സുആൽ, അധികരിച്ച ചോദ്യങ്ങൾ, ദീനിൽ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുക എന്നുള്ളത് ഇത് വിശദീകരിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഈ ഹദീസിൽ നിന്ന് നമുക്കുള്ള പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തിയുള്ള കാര്യമാണ് ഈ പറയുന്ന കാര്യങ്ങൾ. അഥവാ ഈ 3 കാര്യങ്ങൾ ഈ 2 ഹദീസുകളിൽ നിന്നായി ഈ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്, സലഫിയത്തിന്റെ അടിസ്ഥാനമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ ഇവിടെ ഉള്ള ഒരുപാട് കക്ഷികൾ നിങ്ങൾ എടുത്തു നോക്കുക. ഈ മാനദണ്ഡങ്ങൾ, ഈ അടിസ്ഥാനങ്ങൾ അവർക്ക് തെറ്റിയിട്ടുണ്ടാകും അല്ലെ? ഇവിടെയുള്ള നാട്ടിൽ ഒരുപാട് സമസ്ത വിഭാഗങ്ങൾ നിങ്ങൾക്ക് അറിയാം. സമസ്ത 1, 2 ഒന്നല്ല, എണ്ണാവുന്നതിൽ അത്രയും ഗ്രൂപ്പുകൾ അതിലുണ്ട്. അത് പ്രധാനപ്പെട്ടതാണ് നമ്മൾ APK എന്നൊക്കെ പറയുന്നത്. ഇനി അതല്ല സംസ്ഥാന, അങ്ങനെ ത്വരീക്കത്തുകളാണെങ്കിൽ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത ത്വരീക്കത്തുകളുണ്ടാകും. ഒരു പഞ്ചായത്തിൽ ചിലപ്പോൾ ഒരു ത്വരീക്കത്തുണ്ടാകും. അങ്ങനെ ഇഷ്ടം പോലെ. അതെല്ലാം നമുക്ക് അടിസ്ഥാനപരമായി പറയാവുന്നത് ഈ ഷിർക്കിന്റെ ആളുകൾ എന്ന് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇതിന്റെ 1ാമത്തെ അടിസ്ഥാനത്തിൽ തന്നെ അവർ തെറ്റിപ്പോയിട്ടുണ്ട്. അഥവാ ഇബാദത്ത് അള്ളാഹുവിൽ മാത്രമല്ല, അള്ളാഹു അല്ലാത്ത ആളുകളോട് ഇബാദത്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ പറയുന്ന ലക്ഷക്കണക്കിന് ത്വരീക്കത്തുകളുടെയും ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ഇത്തരം ഷിർക്കൻ ഗ്രൂപ്പുകളുടെയും. നമ്മൾ നാട്ടിലേക്ക് മാത്രം ഒതുക്കണ്ട,
ഇന്ത്യയിലും ലോകത്തൊക്കെ എല്ലാ നാട്ടിലും അവിടെയുള്ള പ്രാദേശികമായ ഈ ഷിർക്കിന്റെ ഗ്രൂപ്പുകൾ ഉണ്ടാകും. ഇതിന്റെ പേര് സമസ്ത എന്നായിക്കൊള്ളണമെന്നില്ല. നോർത്ത് ഇന്ത്യയിലെത്തുമ്പോൾ ബറേൽവി എന്നൊക്കെ ആയിരിക്കും. അതുപോലെ മറ്റു നാടുകളിൽ പല സൂഫി പ്രസ്ഥാനത്തിന്റെ പേരിലൊക്കെ എല്ലാ നാടുകളിലും ഉണ്ട്. എല്ലാ നാടുകളിലും നമുക്ക് ഇത് കാണാൻ സാധിക്കും. ഈ പറയുന്ന വിഭാഗങ്ങൾ സഹോദരങ്ങളെ ഈ അടിസ്ഥാനത്തിൽ പുറത്തുപോയ ഈ ആളുകൾ ബിദ്അത്തിന്റെ ആളുകളാണ്, നമുക്ക് സംശയിച്ച് നിൽക്കേണ്ട കാര്യമില്ല. കാരണം തൗഹീദിൽ നിന്ന് തന്നെ തെറ്റിപ്പോയിട്ടുണ്ട്. ഈ 3 അടിസ്ഥാനങ്ങൾ അത് ചിലപ്പോൾ എല്ലാ ഗ്രൂപ്പുകളും, ഈ പേശുപോയ ഗ്രൂപ്പുകളിൽ ചിലപ്പോൾ ഈ 3 സമ്മേളിക്കുന്ന ചില ഗ്രൂപ്പുകൾ ഉണ്ടാകും. ഇതിൽ 2 സമ്മേളിക്കുന്ന ഗ്രൂപ്പ് ഉണ്ടാകും. അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് സമ്മേളിക്കുന്ന ഗ്രൂപ്പ് ഉണ്ടാകും. ഏതൊരു പേഴ്സ ഗ്രൂപ്പിനും ഈ പറയുന്ന കാര്യത്തിൽ തെറ്റിപ്പോയിട്ടുണ്ടാകും. അതല്ലാതെ ഒരാൾ പിഴക്കുകയില്ല. ഇതാണ് ഒന്നാമത്തെ. തൗഹീദിൽ തെറ്റിപ്പോയ ആളുകൾ നിങ്ങൾ നോക്കിയാൽ മതി. അവർ യഥാർത്ഥ വഴിയിലല്ല എന്ന് മനസ്സിലാക്കണം. അവർ സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെയല്ല വിശ്വസിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ കലാം ഉദ്ധരിച്ചുകൊണ്ടുവരെ ഈ ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാനും സഹായം തേടാനൊക്കെ അവർ ചിലപ്പോൾ ആയത്തുകളൊക്കെ കൊണ്ടുവരും. അല്ല, അവർ പല സംവാദങ്ങൾ നടത്തും, മുഖാമുഖങ്ങൾ നടത്തും. ഇത് അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇതാ ഇന്ന തെളിവ് എന്ന് പറഞ്ഞ ആയത്തോതും. ഒരൊറ്റ ചോദ്യത്തിൽ അവരുടെ അവർ വലിയ കൂമ്പാരം പോലെ എടുത്തു വെക്കുന്ന അവരുടെ തെളിവുകൾ തകർന്നു. എന്താണ് ആ ചോദ്യം? ഏത് സ്വഹാബിയാണോ ഈ ആയത്ത് കേട്ടിട്ട് നിങ്ങൾ പറയുന്നത് പോലെ മരിച്ചുപോയൊരു മനുഷ്യനോട് ചോദിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അവർക്കതിന് യാതൊരു ഉത്തരം ഉണ്ടാവുകയില്ല. ഏതെങ്കിലും ഒരു സ്വഹാബി ഈ ആയത്തിന് ഇങ്ങനെ തഫ്സീർ, മഹാൻ അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് റളിയല്ലാഹു തഫ്സീറുകളുണ്ട്, അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തഫ്സീറുകളുണ്ട്, താബിഈങ്ങളുണ്ട്, താബിഈങ്ങളുടെ അയിമ്മത്തുകളുണ്ട്, 4 അയിമ്മത്തുകളുടെ ഇമാമിങ്ങളുണ്ട്, മുഹദ്ദിസീങ്ങളുണ്ട്, അതുപോലെ തന്നെ മുഫസ്സിരീങ്ങളുണ്ട്. ഏത് മുഫസ്സിറാണ് ഈ ആയത്ത് പ്രകാരം നിങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാം, ഈ ആയത്ത് പ്രകാരം ഈ ഹദീസ് പ്രകാരം അള്ളാഹു അല്ലാത്ത ആളുകളോട് തേടാം എന്ന് ഏതെങ്കിലും ഒരു അയിമ്മത്തുകളോ ഏതെങ്കിലും, ഞാൻ പറയുന്നത് മുൻഗാമികളെ കുറിച്ചിട്ടാണ്, അതല്ലാതെ ഇവരെ പോലെയുള്ള ഇവരുടെ നേതാക്കന്മാരായ പിൽക്കാലത്ത് വന്ന ഏതെങ്കിലും സൂഫി നേതാക്കളെ കുറിച്ചിട്ടല്ല. ഒരു സ്വഹാബിയുടെയോ ഒരു താബിഈയുടെയോ ഒരു താബിഈയുടെയോ ഒരു ആയത്തിന് പോലും അങ്ങനെ ഒരു വിശദീകരണം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതാണൊന്ന്. ഇനി നോക്കൂ സഹോദരങ്ങളെ, ഭരണാധികാരികളുടെ വിഷയം. മുസ്ലിം ഭരണാധികാരിയെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ധാരാളം ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അവന്റെ റസൂലിനെ അനുസരിക്കണം, വഉലിൽ അംരി മിൻകും, നിങ്ങളുടെ കൈകാര്യം ചെയ്യുന്ന ആളുകളെയും നിങ്ങൾ അനുസരിക്കണം. ആരാണവർ? അൽ ഉലമാഉ വൽ ഉമറ, ഭരണാധികാരികളും പണ്ഡിതന്മാരുമാണ്. എന്നിട്ട് പറഞ്ഞു ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക അഹ്സനു തഅ്വീല, നിങ്ങൾക്ക് വല്ല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായാൽ നിങ്ങൾ അള്ളാഹുലേക്കും അവന്റെ റസൂലിലേക്കും നിങ്ങൾ അത് തിരിച്ചുവിടണം. നിങ്ങൾ അള്ളാഹുൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെയാണ്, അതാണ് ഏറ്റവും നല്ല വഴി എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ ഭരണാധികാരി അനുസരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുപോലെ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് തെളിവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ കണ്ടീഷനേ പറഞ്ഞിട്ടുള്ളൂ, ഭരണാധികാരി നിങ്ങളെ അള്ളാഹുവിനെ ധിക്കരിക്കാൻ പറയാത്തിടത്തോളം, ഭരണാധികാരി നിങ്ങളോട് കള്ളുടിക്കാൻ പറഞ്ഞാൽ അത് അനുസരിക്കേണ്ടതില്ല, ഭരണാധികാരി നിങ്ങളോട് പലിശ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കേണ്ടതില്ല, ഭരണാധികാരി നിങ്ങളോട് ആ രൂപത്തിൽ ഏതെങ്കിലും ഒരു ഹറാം ശിർക്ക് ചെയ്യാനോ അതല്ലെങ്കിൽ ബിദ്അത്ത് ചെയ്യാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ മഅസിയത്ത് ചെയ്യാൻ പറഞ്ഞാൽ അത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാ പറഞ്ഞത്. അവിടുന്ന് വളരെ കൃത്യമായി പറഞ്ഞു, അസ്സമഉ വത്താഅതു ഹഖ്കുൻ, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യൽ ബാധ്യതയാണ്, നിങ്ങളുടെ ബാധ്യതയാണ്. മുസ്ലിം ഭരണാധികാരി പറഞ്ഞാൽ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. മാലം യുഅ്മർ ബിൽ മഅസിയ, ഒരു മഅസിയത്ത് നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊഴികെ, ഫൈദാ ഉമിറ ബിമഅസിയത്തിൻ ഫലാ സമഅ വലാ താഅ, ഭരണാധികാരി നിങ്ങളോട് മഅസിയത്ത് കൽപ്പിച്ചാൽ അത് കേൾക്കുകയും അനുസരിക്കുകയും വേണ്ടതില്ല, അതല്ലാത്ത മഅസിയത്തല്ലാത്തതായ എല്ലാം അനുസരിക്കണം എന്നാണ്. ഇനി ഒരു ചോദ്യം ചോദിക്കാം, ഭരണാധികാരി നിങ്ങളോട് പറയാണ് ഇശാ നിസ്കാരത്തിന് ശേഷം നിങ്ങൾ വെറുതെ അങ്ങാടിയിൽ വന്ന് വെറുതെ സംസാരിച്ചിരിക്കണം, ഒരാവശ്യമില്ലാതെ സംസാരിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ അത് കേൾക്കണോ അനുസരിക്കണോ? ഭരണാധികാരി കൽപ്പിക്കുക, അത് കേൾക്കണോ അനുസരിക്കണോ? നിർബന്ധമാണോ? അല്ലേ? അങ്ങനെയൊന്നും ആരും പറയൂല. വെറുതെ ഇപ്പോൾ റോഡിൽ ഇറങ്ങി സംസാരിച്ചിരിക്കണം എന്ന് വെറുതെ ആരും പറയും. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം. ഭരണാധികാരി പറയാണ്, നിങ്ങൾ ഇശാ നിസ്കാരത്തിന് ശേഷം വീട്ടിൽ പോവാതെ എല്ലാവരും റോഡിലിരുന്ന് ഇങ്ങനെ സംസാരിച്ച് കുറേ നേരം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുകയാണെങ്കിലോ അത് കേൾക്കണോ അനുസരിക്കണോ? അനുസരിക്കണം. കാരണം അത് കറാഹത്താണ്. കറാഹത്ത് ചെയ്യുക എന്നുള്ളത് എന്തല്ല, നിഷിദ്ധമായ കാര്യമല്ല, ഒരു മഅസിയത്തല്ല. കറാഹത്ത് ചെയ്യുക എന്ന് പറയുന്നത് നിഷിദ്ധമായ കാര്യമല്ല. അങ്ങനെ ഭരണാധികാരിയും പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പോലും അതനുസരിക്കേണ്ടതുണ്ട്. ഹറാമുകളാണ് നമുക്ക് ചെയ്യാൻ പാടില്ലാത്തത്.
ഒരു കറാഹത്ത് ഭരണാധികാരി പറഞ്ഞാൽ പോലും അതനുസരിക്കേണ്ടതുണ്ട്. കാരണം കറാഹത്ത് ചെയ്യൽ കുറ്റമല്ല. അപ്പൊ അത് ഭരണാധികാരി പറഞ്ഞാൽ അതനുസരിക്കേണ്ടി വരും. ഭരണാധികാരി പറഞ്ഞാൽ അതനുസരിക്കേണ്ടി വരും. അപ്പൊ ഭരണാധികാരി ഹറാമല്ലാത്തതായ എന്തു കാര്യം പറഞ്ഞാലോ അതനുസരിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സഹോദരങ്ങളെ അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വിശദീകരിക്കാൻ മാത്രമുള്ള സമയം നമുക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നുണ്ട്, തസ്മഉ വതുതിഉ ലിൽ അമീർ. ഭരണാധികാരി കേൾക്കുക. അത് എങ്ങനെയുള്ള ഭരണാധികാരി, അത് നിങ്ങൾക്ക് എന്തായാലും ഒന്ന് കേൾപ്പിക്കുന്നത് നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യകൂനു ബഅദി അഇമ്മത്തുൻ ലാ യഹ്തദൂന ബിഹുദായ. എന്റെ കാലശേഷം എന്റെ സന്മാർഗം പിൻപറ്റാത്തതായ ചില ഭരണാധികാരികൾ നിങ്ങൾക്ക് വരും. വലാ യസ്തന്നൂന ബിസുന്നതി. എന്റെ സുന്നത്തൊന്നും അവർ പിൻപറ്റുകയില്ല. വസയഖൂമു ഫീഹിം റിജാലുൻ. ചില ആളുകൾ നിങ്ങൾക്ക് മേൽ നിലകൊള്ളും. ഖുലൂബുഹും ഖുലൂബു ശയാത്തീന ഫീ ജുസ്മാനി ഇൻസ്. മനുഷ്യക്കോലത്തിലുള്ള പിശാചുക്കളായിരിക്കും. അങ്ങനെയുള്ള ചില ഭരണാധികാരികൾ നിങ്ങൾക്ക് ഭരണാധികാരികളായിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു. സ്വഹാബികളോട് ചോദിച്ചു, കൈഫ അസ്നഉ യാ റസൂലല്ലാഹ് ഇൻ അദ്റക്തു ദാലിക്. ഇങ്ങനെയുള്ളൊരു ഭരണാധികാരിയെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉടനെ പ്രക്ഷോഭം നടത്തണം, ലഹള നടത്തണം, അറബ് വസന്തം നടത്തണം എന്നാണ്. നിങ്ങൾ ചിന്തിക്കണം, എങ്ങനെയുള്ള ഭരണാധികാരിയെ കുറിച്ച് ചോദിച്ചത്? ജനങ്ങൾക്ക് ഉപദ്രവമാണ്. അതായത് പിശാചിന്റെ മനുഷ്യക്കോലെന്നേ ഉള്ളൂ. പിശാചിന്റെ പണിയാണ് മുഴുവൻ എടുക്കുന്നത്. ജനങ്ങളെ നിസ്കരിക്കാൻ പ്രയാസപ്പെടുത്തും, ജനങ്ങളെ നോമ്പെടുക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഭരണാധികാരിയെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അങ്ങനെയുള്ള ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. സ്വഹാബികളെ കൊന്ന ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എല്ലാ നിലക്കും മുസ്ലിമീങ്ങൾക്ക് അവരുടെ ഇബാദത്തുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു ഭരണാധികാരിയെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഭരണാധികാരി ഉണ്ടാകുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, തസ്മഉ വതുതിഉ ലിൽ അമീർ. നീ കേൾക്കുകയും അനുസരിക്കുകയും വേണം. ഏതുപോലെ? നേരത്തെ പറഞ്ഞതുപോലെ ഹറാമ് പറഞ്ഞാലും ബാക്കിയെല്ലാം നീ അപ്പോഴും കേൾക്കണം, അനുസരിക്കണം എന്ന് പറഞ്ഞാൽ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ എതിരായി നിങ്ങൾ പോകാൻ പാടില്ല. ഭരണാധികാരിയെ എതിർത്തുകൊണ്ട് നിങ്ങൾ ആ നാട് വിട്ടു പോകുക, അല്ലെങ്കിൽ ആ ഭരണാധികാരി എതിർത്തുകൊണ്ട് അയാൾക്കെതിരെ പുറപ്പെടാൻ പാടില്ല. നിന്റെ പുറത്ത് അയാൾ അടിക്കുകയും അതേപോലെ തന്നെ നിന്റെ സമ്പത്ത് അപഹരിച്ചു കൊണ്ടുപോവുകയും ചെയ്താലും ശരി, നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും വേണമെന്നാണ്. ഇന്നത്തെ ഇസ്ലാമിസ്റ്റുകൾക്ക് ചിലപ്പോൾ അത് ദഹിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ പൈസ എടുത്തുകൊണ്ടുപോയി നമ്മൾ അടിക്കുകയെ, അവരതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലാത്ത കളവുകൾ പറഞ്ഞിട്ട് മുസ്ലിം ഭരണാധികാരികൾ ആക്ഷേപിക്കാനാണ് അവർക്ക് താല്പര്യം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇങ്ങനെ ഉള്ള കാര്യമാണെങ്കിലും ശരി, അവർ നിന്നെ ഉപദ്രവിക്കുകയാണ്, അവർ നിന്റെ സമ്പത്ത് എടുത്തുകൊണ്ട് പോയാണ്, അവർ നിന്നെ അടിക്കാൻ ആളെ വിടുക, അവർ പോലീസ് വന്നിട്ട് നമ്മൾ വീട്ടിലൊക്കെ കയറി അടിക്കുന്ന ഭരണാധികാരികൾ ഉണ്ട് എന്ന് വിചാരിക്കുക, എങ്കിലും അവർക്കെതിരെ പുറപ്പെടാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ എന്തുമാത്രം അള്ളാഹുവിനെ സ്തുതിക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ മുസ്ലിം ഭരണാധികാരികളെ കുറിച്ചിട്ട്. കാരണം അവർ മുസ്ലിമീങ്ങളെ ആ നിലക്ക് എവിടെയും ഉപദ്രവിക്കുന്നത് നമ്മൾ കാണുന്നില്ല. എന്നു മാത്രമല്ല, ദീനുൽ ഇസ്ലാമിന് വേണ്ട സകല ഹിദ്മത്തുകളും നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ല, ഇന്നത്തെ സൗദി അറേബ്യക്ക് നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. അവിടെ അങ്ങനെ കുറ്റമുണ്ട്, ഇങ്ങനെ കുറ്റമുണ്ട്. ശരിയായിരിക്കാം, അവിടെ പലതും സംഭവിക്കുന്നുണ്ട്, നമുക്ക് തൃപ്തിയില്ലാത്ത പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. പക്ഷേ അവിടെ ജീവിക്കുന്ന വിദേശികളാകട്ടെ, അവിടെയുള്ള പൗരന്മാരാകട്ടെ, ആർക്കാകട്ടെ, ദീനിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്തതായൊരു പ്രശ്നം അവിടെ ഉണ്ടോ? തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തതായൊരു കാര്യം, സുന്നത്തനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തതായ കാര്യം, അതുപോലെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തിയുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, അതിന് നേർ വിപരീതം അതുപോലെ നമുക്കില്ല. അവിടെ ഷിർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമില്ല, ഷിർക്കിന്റെ അടയാളങ്ങൾ തന്നെ ഇല്ല. 1000, 2000, 10,000 കിലോമീറ്ററുകൾ നിങ്ങൾ എങ്ങനെ ചുറ്റി സഞ്ചരിച്ചാൽ പോലും ഷിർക്കിന്റെ ഒരു അടയാളങ്ങൾ അവിടെ കാണുകയില്ല. ബിദ്അത്തിന്റെ ഒരു അടയാളങ്ങളും ബിദ്അത്തിന്റെ ഒരു കൊടിയും അവിടെ നാട്ടിയിട്ടില്ല. ഒരു ബിദ്അത്തും അവിടെ നടക്കുകയില്ല. അതുപോലെ തന്നെ ഹറാമുകൾ എവിടെയെങ്കിലൊക്കെ നടക്കുന്നുണ്ടാവും. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം 1000 10,000 കിലോമീറ്റർ സഞ്ചരിച്ചാലും ഒരു ഹറാമുകൾ നേർക്കുനേരെ കാണേണ്ടതായ ഒരവസ്ഥയും നമുക്കില്ല. എല്ലാ നിലക്കും ഒരു മുസ്ലിമായി ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങൾ, പോകുന്ന സ്ഥലങ്ങളിൽ മസ്ജിദുകൾ, എല്ലാ സംവിധാനങ്ങൾ, ഏത് തിരക്കേറിയ സ്ഥലങ്ങളാകട്ടെ, ആളുകൾ ടൂറിന് പോകുന്ന സ്ഥലങ്ങളാകട്ടെ, അവിടെ പോലും ജമാഅത്തുകൾ ഗവൺമെന്റ് ചെലവിൽ സംഘടിപ്പിക്കുന്ന എല്ലാ നിലക്കും ഒരു മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുന്നതായി എല്ലാം അവിടെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ ചില ആളുകൾക്ക് അപ്പോഴും അവിടെ സംഭവിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണിച്ചിട്ട് അതിനെ കുറ്റം പറഞ്ഞ് അതിന് ആളുകൾക്ക് എന്ത് ചെയ്യാണ്? വിഷങ്ങൾ കുത്തിവെക്കുകയാണ്. എന്നാൽ നോക്കൂ, ദീനുൽ ഇസ്ലാമിന്റെ നിലപാട് അതിന് നേരെ വിരുദ്ധമാണ്. അതായത് ഭരണാധികാരി തെമ്മാടിയായി അവന്റെ തെമ്മാടിത്തം വെളിവായാൽ പോലും അയാൾക്കതിന് മിണ്ടാൻ പാടില്ല എന്നാണ് ദീനുൽ ഇസ്ലാം പറയുന്നത്. മറിച്ച് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്, അങ്ങനെ ഭരണാധികാരി നശിച്ചു പോയാൽ അദ്ദേഹത്തിന്റെ കൈപിടിച്ചുകൊണ്ട് നിങ്ങൾ ഉപദേശിക്കട്ടെ,
നിങ്ങൾ പരസ്യമായി എതിർക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി സഹോദരങ്ങളെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ വഴിതെറ്റിപ്പോയ ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവർ മൻഹജുസ് സലഫിന്റെ ആളുകളല്ല. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു തന്നു, ജമാഅത്തെ ഇസ്ലാമി ഇന്റർനാഷണൽ തലത്തിൽ അവരുടെ പേര് അൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്നാണ്, മുസ്ലിം ബ്രദർഹുഡ് എന്നാണ്. പല നാടുകളിലും അവരുണ്ട്, ഈജിപ്തിലും അതുപോലെ പല നാടുകളിലും അവരുണ്ട്. അതിന്റെ നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യയിലുള്ള പതിപ്പാണ് ജമാഅത്തെ ഇസ്ലാമി ബിൽ ഹിന്ദ് എന്ന് പറയുന്നത്. അതിന് മലയാളമുണ്ട്, ഉറുദു ഉണ്ട്, പല ഇതുമുണ്ട്, പല ഗ്രൂപ്പുകളുണ്ട്. ഈ ആളുകൾ ഈ വിഷയത്തിൽ ഏറ്റവും പിഴച്ച ആളുകളാണ്. ഭരണാധികാരികളെ വിമർശിക്കുക, അവരെ കളിയാക്കുക, അവരെ പരിഹസിക്കുക. അവർക്ക് ഈ ഹദീസുകളെ കുറിച്ചിട്ട് ഒരു വിലയുമില്ല, അള്ളാഹുവിന്റെ ആയത്തിനെ കുറിച്ചിട്ടൊരു ബോധ്യവുമില്ല. മാത്രവുമല്ല സഹോദരങ്ങളെ, നാം നേരത്തെ പറഞ്ഞു, ആ സ്വഹാബികളെ കാഫിറാക്കുന്ന, സ്വഹാബികളെ ആക്ഷേപിക്കുന്ന ആളുകളെ പുകഴ്ത്തുകയും അവർക്ക് സ്തുതിപാടുകയും ചെയ്യുക എന്നുള്ളത് ഇവരെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിന്റെ പാകിസ്ഥാനിൽ അവരുടെ ബ്രാഞ്ചുണ്ട്, എല്ലാ നാട്ടിലും ഉണ്ട്. അവിടെ ഈ അടുത്ത് ചത്തുപോയ ഇറാനിലെ ഖാംനയി, അയാൾ ചത്തപ്പോൾ അയാളുടെ അനുസ്മരണം അവിടെ നടത്തുകയാണ്. ആരാണ് ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ സ്വഹാബികളെ ചീത്ത പറയുന്ന ആളാണ്. അയാൾ അമേരിക്കക്ക് കയറി നിന്നുകൊണ്ട് നമുക്ക് എന്ത് കാര്യമുള്ളത്? അയാൾ അമേരിക്കനെ അയാൾ ശരിക്കും അങ്ങോട്ട് അടിച്ചു എന്ന് വിചാരിക്കുക. നമുക്ക് എന്താണ്? നമുക്ക് നമ്മുടെ സ്വഹാബികളാണ്. നമ്മൾ സ്വഹാബികളെ ചീത്ത പറയുന്നവനെ, കാഫിറാക്കുന്നവനെ, നമ്മുടെ ഉമ്മയെ വ്യഭിചാരിയാണെന്ന് പറയുന്നവനെ നമുക്കൊരു വിലയുണ്ടാവും. നമ്മുടെ നബിയുടെ ഭാര്യമാരെ ചീത്ത പറയുന്നവരെ, വ്യഭിചാരികളാണെന്ന് പറയുന്നവരെ നമുക്ക് അനുസ്മരിക്കാൻ സാധിക്കുമോ? സഹോദരങ്ങളെ, ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കണ്ടേ? അല്ല, ഈ പറയുന്ന ആളുകളോട് ചോദിക്കുക, നിന്റെ ഉമ്മ വ്യഭിചാരിയാണെന്ന് പറയുന്ന, നിന്റെ ഉപ്പ കാഫിറാണെന്ന് പറയുന്ന, നിന്റെ സഹോദരങ്ങളൊക്കെ കാഫിറുകളാണ്, തെമ്മാടികളാണെന്ന് പറയുന്ന ഒരാൾ, അയാൾ അമേരിക്കക്കെതിരെ അമേരിക്കൻ്റെ ഒരു കൊടി കത്തിച്ചു, അമേരിക്കയിലേക്ക് ഒരു ബോംബിട്ടു എന്നുള്ളത് കൊണ്ട് നിനക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കുമോ? ആ മനുഷ്യൻ മരിച്ചാൽ നിങ്ങൾക്ക് അയാളെ പുകഴ്ത്താനും വാഴ്ത്താനും സാധിക്കുമോ? ഓരോരുത്തരും ചോദിക്കും, ഈ പറയുന്ന ആളോട് ചോദിക്കും, നിന്റെ ഉമ്മയെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ ഉമ്മയേക്കാൾ മുഅ്മിനീങ്ങളുടെ മുഴുവൻ ഉമ്മമാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിയുള്ള സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് കൊണ്ട് പറഞ്ഞവരാണ് അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും അജ്മഈൻ തുടങ്ങിയ സ്വഹാബികൾ അനേകമുണ്ട്. ആ ആളുകൾ ശപിക്കപ്പെട്ടവരാണ്, ആ ആളുകൾ വളരെ മോശപ്പെട്ടവരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭരണം തട്ടിയെടുത്തവരാണ് എന്നെല്ലാം പറയുന്ന ഈ ആളുകളെ എങ്ങനെയാണ് ഇവർക്ക് പുകഴ്ത്താൻ സാധിക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ആളുകളെല്ലാം തന്നെ വഴിവെച്ചു പോയ ആളുകളാണെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഈ ജമാഅത്തെ ഇസ്ലാമി ആകട്ടെ, അതിന്റെ രാഷ്ട്രീയ വർഷനായ SDPI ആകട്ടെ, അതല്ലെങ്കിൽ പല നിലക്ക് മുമ്പുണ്ടായിരുന്ന സിമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരാകട്ടെ, ഇതെല്ലാം ഈ വിഷയത്തിൽ വളരെ പഴച്ചു പോയതാണ്. അതല്ലാത്ത മറ്റു കാര്യങ്ങൾ അനേകമുണ്ട്. അവരെക്കുറിച്ചുള്ള ചർച്ചയല്ല നമ്മുടേത്. അവരോരോരുത്തരെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ മൻഹജു സലഫിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന, വിശ്വാസ കാര്യങ്ങൾ വ്യതിചലിച്ചു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് ഉസൂൽ സലഫിയയുടേത് അൽ ഹദറു മിനൽ ബിദ്അ വൽ മുബ്തദിഅ, ബിദ്അത്തിന്റെയും അതിന്റെ ആളുകളിൽ നിന്നും കരുതിയിരിക്കുക എന്നുള്ളതാണ്. പല നിലക്കുള്ള ബിദ്അത്തുകൾ സഹോദരങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ആളുകളുടെ ദീനി പ്രവർത്തനം എന്നാണ് ആളുകൾ പൊതുവെ ചിന്തിച്ചു പോകുന്ന ആളുകളാണല്ലോ ജമാഅത്തു തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ആ ആളുകളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ബാഹ്യമായിട്ട് നല്ല വേഷവിധാനങ്ങൾ അവർ ധരിക്കുന്നുണ്ട്, അവരുടെ സ്ത്രീകളും നല്ല ഹിജാബൊക്കെ ധരിക്കുന്നുണ്ട്, നല്ലത് തന്നെ. ഒരാൾ നല്ലത് ചെയ്താൽ അത് നല്ലത് തന്നെ, അത് മോശമാണ് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. പക്ഷേ എത്ര ബിദ്അത്തുകളാണ് സഹോദരങ്ങളെ അവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ദീനുൽ ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്ക് സ്നേഹമുണ്ട് എങ്കിൽ അവിടുന്ന് പറഞ്ഞ വാക്കുകൾ അവിടുന്ന് വില കൊടുക്കേണ്ടതില്ലേ? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്? മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. എന്റെ ഈ കാര്യത്തിൽ ആരാണോ പുതുതായി ഉണ്ടാക്കുന്നത് ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരാണോ എന്റെ കൽപ്പനയില്ലാത്തൊരു പ്രവർത്തനം പ്രവർത്തിക്കുന്നത് അത് തള്ളപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറയുമ്പോൾ അത്തരം ബിദ്അത്തുകളോടുള്ള നമ്മുടെ നിലപാട് അത് സോഫ്റ്റായി പോയാൽ എന്തായിരിക്കും അവസ്ഥ? അതിനോട് ഒരാൾ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക, പക്ഷേ അതിനോടൊരു സോഫ്റ്റ് കോർണർ ഒരാൾക്ക് ബിദ്അത്തൊന്നും ഒരു കുഴപ്പമല്ല എന്നൊരാൾക്കൊരു മാനസിക അങ്ങനെ ഒരു നിലവാരം അയാൾക്കുണ്ട് എങ്കിൽ തന്നെ അത് അപകടമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ഇങ്ങനെ ചെയ്യേണ്ടത് എന്ന് പറയുമില്ല, ഞാൻ ഇങ്ങനെ ചെയ്യും. എന്ത് ധിക്കാരമാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, ഇങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത്, ഇങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഓരോ ഇബാദത്തുകളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്നിട്ട് അതിനേക്കാൾ തെറ്റായിക്കൊണ്ട് അതല്ലാത്ത രൂപത്തിൽ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് സഹോദരങ്ങൾ എത്ര ഗൗരവമുള്ള കാര്യമാണ്. എന്നിട്ട് അതിനോട് ഒരാൾക്ക് ഒരു വെറുപ്പില്ല എങ്കിൽ തന്നെ അത് മതി. പക്ഷേ ഈ ആളുകൾ അതിലും അപ്പുറത്തേക്ക് ഇവരുടെ ഈ ഗ്രന്ഥങ്ങളിൽ സഹോദരങ്ങളെ ദീനുൽ ഇസ്ലാമിന് കത്തിവെക്കുന്ന രൂപത്തിലുള്ള അതിന് വിശ്വാസ കാര്യങ്ങളെ തകർത്തെറിയുന്ന ഒരുപാട് കാര്യങ്ങൾ
ഇവരുടെ അമലുകളുടെ മഹത്വം പോലെയുള്ള ഇവർ എന്നും പ്രചരിപ്പിക്കുന്ന ഇവരുടെ ജമാഅത്ത് പുറപ്പെടുമ്പോഴൊക്കെ വായിക്കുന്ന ഈ ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. ഇതൊക്കെ അതിലുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇല്ലാത്ത ഒരു കളവും നമ്മൾ പറയുന്നില്ല. നമ്മൾ പറയുമ്പോൾ ഇവർ പറയും ഇത് കളവാണ് പറയുന്നത്. അങ്ങനെയാണ്. നമ്മൾ ഉള്ള കാര്യമാണ്, അതിൻ്റെ അകത്തുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ബിദ്അത്തുകൾ, ഒരിക്കലും സ്ഥിരപ്പെടാത്തതായ കാര്യങ്ങൾ സഹോദരങ്ങളെ അത് പറയുന്നു. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അത് നമ്മൾ എതിർക്കുകയും വേണം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ എതിർക്കുന്നത് ചിലപ്പോൾ അവർക്ക് അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ എന്നാണ്. ഒരിക്കൽ മഹാന ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ഒരാൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, അർറജുലു യസൂമു വയുസല്ലി വയഅതകിഫു അഹബ്ബു ഇലൈക ഔ യതകല്ലമു ഫി അഹ്ലിൽ ബിദ്അ. ഒരു മനുഷ്യൻ അയാൾ നോമ്പെടുക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. അല്ല, ഇന്ന് പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യം, നമുക്ക് നമ്മളെ ആരെയൊക്കെ നോക്കി പോയാൽ പോരെ, ഇതിനെ വേറെ ആൾക്കാരുടെ കാര്യം. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് 4 മദ്ഹബിന്റെ ഇമാമുകളുടെ അയിമ്മത്താണ്. അദ്ദേഹത്തോട് പറയണം, ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, പള്ളിയിൽ പോയി ഇഅ്തികാഫൊക്കെ ഇരുന്ന് അങ്ങനെ ചെയ്യുന്ന ഒരാളെയാണോ നിങ്ങൾക്ക് ഇഷ്ടം? ഔ യതകല്ലമു ഫി അഹ്ലിൽ ബിദ്അ, ഇത്തരം ബിദ്അത്തിന്റെ ആളുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ആരാണ് നിങ്ങൾക്ക് ഇഷ്ടം? അദ്ദേഹം പറഞ്ഞു, ഇദാ സാമ വസല്ല വഅതകഫ ഫഇന്നമാ ഹുവ ലിനഫ്സിഹി. ഒരാൾ നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും പള്ളിയിൽ ഇഅ്തികാഫ് എടുത്ത് അങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നത് അയാൾക്ക് മാത്രമാണ് ചെയ്യുന്നത്. വഇദാ തകല്ലമ ഫി അഹ്ലിൽ ബിദ്അ ഫഇന്നമാ ഹുവ ലിൽ മുസ്ലിമീൻ. ഒരാൾ ബിദ്അത്തുകാർക്കെതിരെ സംസാരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് മുസ്ലിമീങ്ങൾക്കൊന്നാകെ വേണ്ടിയിട്ടാണ് ആ ചെയ്യുന്നത്. ഹദ അഫ്ളൽ, ഇതാണ് അഫ്ളൽ എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇത് ഒരാൾക്ക് രോഗം വരുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് അപകടമായിരിക്കും. കുറേ ഭക്ഷണമുണ്ട്, അതിലൊന്നും നല്ലതാണ്, ബാക്കിയുള്ളതിലൊക്കെ രോഗമുണ്ട്. അപ്പോൾ നമ്മൾ പറയണം അയാൾ എന്തെങ്കിലും കഴിച്ചോട്ടെ, നമ്മളിപ്പോൾ ഇന്നത് നല്ലത് ഭക്ഷണമാണ്, മറ്റേ വിഷമുണ്ടെന്നൊന്നും പറയാൻ നിൽക്കേണ്ടതില്ല എന്നൊരാൾ പറയാണ്. അങ്ങനെ ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും അയാൾ തോന്നുക, തീരെ ഗുണകാംക്ഷമില്ലാത്ത ആളാണ്, അയാൾക്ക് ആ വിഷമുള്ളത് ചിലപ്പോൾ അയാൾ തോന്നും. വിഷം ഒന്നേ ഉള്ളൂ ശരി, പക്ഷെ അതിൻ്റെ ഇടയിൽ അയാൾ കഴിച്ചു പോകാൻ കാര്യമില്ലേ, അയാൾ ചിലപ്പോൾ ചത്തുപോകാൻ മരിച്ചു പോകാൻ അത് മതിയായതല്ലേ. എന്നാൽ സഹോദരങ്ങളെ, ഈ ബിദ്അത്തിന്റെ ആളുകൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ, ബിദ്അത്തിന്റെ ആളുകളെ മാറ്റി നിർത്തിയിട്ടില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ ഈമാനാണ് നശിച്ചു പോകുക. ഈമാൻ കൂടുകയില്ല ബിദ്അത്തുകൾ കൊണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തള്ളപ്പെടുകയാണ്. അപ്പൊ അമലുകൾ തള്ളപ്പെടുകയാണ്, നമ്മൾ ചെയ്യുന്നതൊന്നും സ്വീകരിക്കുന്നില്ല എങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈമാൻ കൂടുക? സാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്താൽ മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ ഈമാൻ കൂടുകയുള്ളൂ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആശ്വാസം കിട്ടിയതുകൊണ്ട് കാര്യമില്ല. നബിദിനം കഴിക്കുമ്പോൾ ചില ആൾക്ക് നല്ല ആശ്വാസം കിട്ടുന്നുണ്ടാവും, പക്ഷെ അള്ളാഹിന്റെ അടുക്കൽ അതൊരു സാലിഹായ കർമ്മമായി സ്വീകരിക്കുകയില്ല, അത് തള്ളപ്പെട്ടു പോയിട്ടുണ്ടാകും എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ മുൻഗാമികൾ, നമ്മുടെ സലഫുകൾ നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത്തരം ബിദ്അത്തിന്റെ ആളുകളാണ് ഒരു വിഭാഗം എന്ന് മനസ്സിലായാൽ അവരുടെ അടുക്കലൊന്നും പോയി നമ്മൾ ഇരിക്കാനൊന്നും പാടില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് പോയി കേൾക്കാനൊന്നും പാടില്ല. മഹാൻ അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാൻ, ലാ തുജാലി സാഹിബ ബിദ്അ, ബിദ്അത്തിന്റെ ആളുടെ അടുക്കൽ പോയി ഇരിക്കരുത്. ഇന്ന് ചില ആൾക്കാർ ചിലപ്പോൾ ചോദിക്കും, തബ്ലീഗുകാരുടെ ക്ലാസ്സിന് പോയി ഇരിക്കാൻ പറ്റുമോ? ജമാഅത്ത് ഇസ്ലാമി നാട്ടിൽ ഒരു ഖുർആൻ ക്ലാസ് വെച്ചിട്ട് അവിടെ ഇരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇന്ന ആളുകളൊക്കെ വെച്ചിട്ടുണ്ട്, അതിൽ ഇരിക്കാൻ പറ്റുമോ? ലാ തുജാലി സാഹിബ ബിദ്അ. എനിക്കെന്തൊരു ഉത്തരമില്ല, മറിച്ച് മുൻഗാമികൾ ഉത്തരം പറയട്ടെ. അവർ പറയുന്നു, ബിദ്അത്തിന്റെ ആളുകളോടൊപ്പം ഇരിക്കരുത്. ഫൈനഹ യംറദു ഖൽബക്, അവർ നിന്റെ കൽബിന് രോഗമുണ്ടാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർ പറയുന്നത് ശരിയാന്ന് തോന്നും, പിന്നീട് നീ അവരുടെ ആളുകളാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മർഉ അലാ ദീനി ഖലീൽ, ഒരു മനുഷ്യൻ അയാളുടെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും, നീ പിന്നീട് അതിൽ പെട്ടുപോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും പാടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത് 3 പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളാണ്. ഇതിന് പുറമേയും ഒരുപാട് അടിസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ നമ്മൾ ശരിക്കും പഠിച്ചു മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ സമയം കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ, അതല്ലെങ്കിൽ ഇതുപോലുള്ള കിതാബുകൾ പഠിപ്പിക്കപ്പെട്ടതും മൻഹജു സലഫുമായി ബന്ധപ്പെട്ടത് നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും അത് പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. കാരണം അത് ശരിക്കും പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ വഴി നമ്മൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഹറാമുകളിൽ നിന്നും സൂക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മളൊരു ലഹരിയിലോ അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള മോശപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളിലോ പെട്ടുപോകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ തന്നെ, അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമ്മളൊരു ബിദ്അത്തിന്റെ ആളുകളുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ആ രൂപത്തിൽ ഏതെങ്കിലും കക്ഷികളിലോ പെട്ടുപോകുന്നത് ശ്രദ്ധിക്കണം. കാരണം ഇത് നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലുഹാ ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ, എല്ലാം നരകത്തിലേക്കാണ്. ഈ പറയുന്ന ഞാനും എൻ്റെ സ്വഹാബികളുമുള്ള ആ മാർഗത്തിൽ പിൻപറ്റിയവർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. മഹാന ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമാക്കിയതാണോ, അതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് അഥവാ ഈ സ്വഹാബികളുടെ മാർഗത്തിൽ അതിൽ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചതാണോ ഏറ്റവും വലിയ നിയമത്ത്, ഇതിലേതാണെന്നുള്ളത് എനിക്കറിയുകയില്ല. രണ്ടും ഒരുപോലെ പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് അദ്ദേഹം നമ്മൾ ഓർമ്മപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇനിയും ഇത് പഠിക്കുക, ഈ വിഷയങ്ങൾ മനസ്സിലാക്കുക.
എന്താണ് സലഫിയത്തെന്നും എന്ത് സലഫിയത്തല്ല എന്നുള്ളതുമൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹു കൂടുതൽ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.